Hello teachers, good evening. Educational psychology in day. ഒന്നാമത്തെ യൂണിറ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. സോ അതിന്റെ മൂന്നാമത്തെ സെഷനാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ് മീ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. സ്ക്രീന് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഓക്കെ. സ്ക്രീന് സ്ലൈഡ് ചേഞ്ച് ആകുന്നത് കാണുന്നില്ലേ? നോക്കട്ടോ. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു യൂണിറ്റില് ഫസ്റ്റ് എന്താണ് സൈക്കോളജി, അതുപോലെ തന്നെ സൈക്കോളജിന്റെ ഒരു ഹിസ്റ്ററി, അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്, പിന്നീട് ഇങ്ങനെ വന്ന് ഓരോരോ സൈക്കോളജിസ്റ്റുകൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തെന്നുള്ള ഒരു ചെറിയ ചെറിയ പോയിന്റുകൾ അവിടെ വിശദീകരിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം എഡ്യൂക്കേഷണൽ സൈക്കോളജി, അതിന്റെ ഡെഫിനിഷൻ ആൻഡ് വാട്ട് ആർ ദ നാച്ചേഴ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി and what is the scope of educational psychology and difference between general psychology and educational psychology. Then significance of educational psychology, അതിൽ കുറേ സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് രണ്ട് തരം സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സ്ലൈഡ് മുതലായിരിക്കും നമുക്ക് പഠിക്കാനുണ്ടാവുക ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അല്ലെ, ഇവിടെ മുതലല്ലേ പഠിക്കാനുള്ളത്? അതെ സർ. ഓക്കെ. അല്ലെ, ഇത് പറയുന്നതിന് മുമ്പേ ഒരാള് വളർന്നു അല്ലെങ്കിൽ വളരുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ഫീച്ചർ നോക്കിയിട്ടാണ് പറയാ? ഒരാളുടെ വളർച്ച അല്ലെങ്കിൽ ഒരാളുടെ ഡെവലപ്മെന്റ്. ആ ഒരു ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്നുള്ള വാക്കിനെ നിങ്ങൾ വിടുക. പക്ഷെ ഒരാൾ ശരിക്കും വളർന്നു എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്ത് കണ്ടിട്ടാണ്? വലിപ്പം, നീളം, ഭാരം, ഉയരം. വയസ്സ് എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ ഉയരം, ഭാരം, നീളം പറഞ്ഞു. പിന്നെ ശരീരത്തിൽ മറ്റു മാറ്റം, പാൺകുട്ടികള് മീശ മുളയ്ക്കുക, അങ്ങനെയൊക്കെ പറയാം. ശരീരത്തിന്റെ മാറ്റങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ്. പിന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ സംസാരിക്കുമ്പോ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഓക്കെ. ആ കൊഞ്ചിൽ സംസാരത്തിൽ മാറി മെച്ചോർഡ് ആയിട്ടുള്ള ടോക്ക് വരുന്ന പറയണേ? അങ്ങനെയല്ല. ഇപ്പൊ ചെറിയ കുട്ടികൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും ആദ്യം, പിന്നെ ഇങ്ങനെ ഓരോന്ന് പറയാം. ഇപ്പൊ നിങ്ങളെ പിടിച്ചിട്ട് ക്ലാസ് ഇരുത്തി നോക്കണ്ടേ? അതിനൊക്കെ വലിയ സൗണ്ട് കയറാം. വേറെ മനസ്സുമായി ബന്ധപ്പെടുന്നതിന് വളർച്ചുണ്ടോ? ബുദ്ധി. ആരാണ് ബുദ്ധിന്റെ ആള്? ഓക്കെ. ബുദ്ധിപരമായിട്ട് എന്താണ്, എങ്ങനെ നമുക്കിത് മനസ്സിലാവുക? മെച്യൂരിറ്റി. ഓക്കെ. എന്താണ് ആ വാക്കിന് അർത്ഥം? അല്ലെങ്കിൽ എന്താണ്, എങ്ങനെ നമുക്ക് മെച്യൂരിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാവുക? അല്ലെങ്കിൽ എന്താണ് മെച്യൂരിറ്റി? പക്വത. അതിന്റെ മലയാളം എന്താണ് പക്വത? ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിനനുസരിച്ച് പെരുമാറുന്നുണ്ടോ നോക്കുക. ഓക്കെ. കാര്യത്തിന് സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുന്നുണ്ടോ, ഓരോ കാര്യവും ഡീൽ ചെയ്യുന്നത് കൃത്യമാകുന്നുണ്ടോ, അല്ലേ? ഓക്കെ. സോ നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെയാണ് പോണത്. ഇവിടെ നമുക്ക് വി ഹാവ് ടു ടേംസ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഈ ഗ്രോത്തും ഡെവലപ്മെന്റും ഇത് സൈക്കോളജി എപ്പോൾ പഠിച്ചാലും ശരീരത്തിന്റെ സ്ട്രക്ചർ എപ്പോൾ പഠിക്കുകയാണെങ്കിലും അവിടെ പഠിക്കുന്ന രണ്ട് ടേംസ് ആണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ. സോ ഇവിടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്ത്? ഇത് മാറിപ്പോകരുത് പരസ്പരം. സോ ഇറ്റ് ഈസ് യൂസ്ഡ് പ്യുവർലി ഇൻ ദ ഫിസിക്കൽ സയൻസ് ആണ്. അഥവാ നമ്മുടെ ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട്, ശരീരവുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ സൈസ്, ലെങ്ത്, ഹൈറ്റ്, വെയിറ്റ്. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാള് നീളം കൂടുന്നു, അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നു, അഥവാ വലുതാകുന്നു. സോ ദാറ്റ് ഈസ് ഗ്രോത്ത്. ഓക്കെ. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അഥവാ നമുക്കതിന്റെ തൂക്കം നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി, അളവ് നോക്കാം. അല്ലെ, ഇപ്പൊ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ട് കൃത്യമായിട്ട് അറിയോ? ഹൈറ്റും വെയിറ്റും ഒക്കെ കൃത്യമായിട്ട് അറിയോ? ഹൈറ്റും വയസ്സും ഇതൊക്കെ നോക്കിയിട്ട് എത്ര വെയിറ്റ് ഉണ്ടാവണം എന്നൊക്കെയുള്ള കണക്കൊക്കെ ഉണ്ട്, അതറിയോ? BMI.
അതൊക്കെ ബയോളജി ഇതൊക്കെ പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയണ്ടാവും. സോ ഇറ്റ് ഈസ് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ അല്ലെ. നമുക്കൊരാളുടെ ഗ്രോത്ത് കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരാൾ ഗൾഫിലൊക്കെ പോയാല് അല്ലെങ്കിൽ കുറച്ചു കാലം കാണാത്ത ഒരാളെ കണ്ടാല് പെട്ടെന്ന് പറയും, അല്ല ഈ ഇത്ര വലുതായോ, ഞാൻ അന്ന് കണ്ടപ്പോ ഭയങ്കര കുട്ടിയിരുന്നു, ഭയങ്കര ഒരു വലുതായില്ലേ എന്നൊക്കെ പറയും. സോ ആളുകൾക്ക് ഒബ്സർവ് ചെയ്യാവുന്ന എന്താ മെന്റൽ ഗ്രോത്ത് ആയിട്ട് റിലേറ്റഡ് ആണോ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാണ്. ഇത് വെച്ചാൽ നമ്മൾ ഫിസിക്കൽ ഗ്രോത്ത് ആണ്. ഓക്കെ, അതാണ് ഒബ്സർവബിൾ ആൻഡ് മെഷറബിൾ എന്നൊക്കെ പറയുന്നത്. അത് ഫിസിക്കൽ ഗ്രോത്തിന് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലോ. സോ ഇറ്റ് ഈസ് ദ കോമ്പണന്റ് ഓഫ് ഡെവലപ്മെന്റൽ പ്രോസസ്. ശാരീരിക വളർച്ചയുടെ ഭാഗമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇനി ആ ഗ്രോത്തിന്റെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒന്നുകൂടിയും സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയും. അപ്പൊ അത് ഒന്ന് പറഞ്ഞത് ബോഡി ബിക്കംസ് ലാർജർ ആൻഡ് ഹെവിയർ. കാരണം നമ്മുടെ ശരീരം വളരുന്നു എന്നുള്ളതാണ് ഗ്രോത്ത് അല്ലെ. ചില ആളുകൾ പറയില്ലേ, പോത്ത് പോലെ വളർന്നല്ലോ എന്നൊക്കെ പറയാറില്ലേ. വലിയ ശരീരം ഉണ്ടാവും പക്ഷെ ചെറിയ മനസ്സായിരിക്കും. ചില ആളുകൾക്ക് പറയും ചെറിയ വായിൽ അല്ലെങ്കിൽ എന്താ വലിയ വർത്തമാന പറയണേന്നൊക്കെ പറയില്ലേ. അപ്പോൾ പറയാ വലിയ ആളുകളെ പോലെ സംസാരിക്കുന്നു അല്ലെങ്കിൽ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയണേ എന്നൊക്കെ പറയാറില്ലേ. എപ്പോഴാ പറയാ? വലിയ ആൾക്കാർ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചെറിയ കുട്ടികളൊക്കെ സംസാരിക്കുമ്പോ നമ്മൾ ഒരു ശാരീരികമായി ഇത്ര വളർന്ന ഒരാൾ സംസാരിക്കേണ്ടതാണ് എന്ന നമ്മുടെ ആ ഒരു ധാരണ പ്രകാരം നമ്മൾ പറയേണ്ടതാണ് അല്ലേ. ഓക്കെ, അപ്പം ഇതൊരു ബോഡി ബിക്കംസ് ലാർജർ ആണ്, ശാരീരിക വളർച്ചയാണ്. ക്വാണ്ടിറ്റേറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒബ്സർവബിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇത് കണ്ടിന്യൂ ചെയ്യൂല. അങ്ങനെ ആർക്കും എതിരഭിപ്രായം ഉണ്ടോ? ജീവിതകാലം മുഴുവൻ ഇത് കണ്ടിന്യൂ ചെയ്യൂല. ഇല്ല, കാരണം ഒരു സമയത്തെ വളർച്ച നിൽക്കും അല്ലെ. അതൊക്കെ എല്ലാവരും പഠിച്ചതാണ്, എല്ലാവർക്കും അറിയേണ്ടതാണ്. സോ ഇറ്റ് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഇത് ഒരാളിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം. അഥവാ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് മാനസികമായ വളർച്ചയാണ്. ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരികമായ വളർച്ചയാണ്. സോ ശാരീരികമായി ഒരാൾ വളർന്നു എന്നതുകൊണ്ട് മാനസികമായി വളരണം എന്നില്ല. വളരാം, വളരാതിരിക്കാം. നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ ശാരീരികമായി വളർന്നു മാനസികമായി വളർന്നില്ല എന്നുള്ളത്? ആർക്കെങ്കിലും അറിയോ? മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണ്. വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും. ഓട്ടീസം ഒക്കെ ഉള്ളവർ അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ രണ്ടു തരം ഏജിനെ കുറിച്ച് ഞാൻ ഏതോ ഒരു കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തോന്നുന്നു, അത് ഓർക്കുന്നുണ്ടോ? രണ്ടു തരം ഏജ്. ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും. മെന്റൽ ഏജ് ഉണ്ട്, ക്രോണോളജിക്കൽ ഏജ് ഉണ്ട്. അഥവാ മാനസികമായ നമ്മുടെ വളർച്ചയുണ്ട്, അതിൻ്റെ ഒരു ആ പക്വത വെച്ചിട്ടുള്ള ഒരു ഏജ് നമുക്ക് പറയാം. അതേപോലെ തന്നെ ക്രോണോളജിക്കൽ അഥവാ ജനിച്ച അന്ന് മുതലുള്ള നമ്മുടെ ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഏജ്. അപ്പം ഇതിൽ മെന്റൽ ഏജ് ആണോ ക്രോണോളജിക്കൽ ഏജ് ആണോ കൂടുതൽ വേണ്ടത്? മെന്റലി അല്ല, ഏതാ? രണ്ടൊരു ബാലൻസ്ഡ് ആയിട്ട് ബാലൻസ് നിൽക്കണം. 35 വയസ്സുള്ള ഒരാൾക്ക് 35 വയസ്സുള്ള മെന്റൽ ഏജ് വേണമെന്നാണോ പറയണേ? അപ്പം 35 വയസ്സുള്ള ഒരാൾക്കല്ലേ ഒരു 20കാരന്റെ മെന്റൽ ഏജ് ആണെങ്കിലോ അല്ലെങ്കിൽ 20കാരിയുടെ മെന്റൽ ഏജ് ആണെങ്കിലോ ആളെ ലൈഫ് എങ്ങനെ ആയിരിക്കും? ഭയങ്കര ഒരു ചൈൽഡിഷ് അല്ലെങ്കിൽ ഒരു 20 മെച്യൂരിറ്റി ഇല്ലാത്ത ലൈഫ് ഒന്നും കൂടി സീരിയസ് ആയി എടുക്കില്ല. ഓക്കെ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുക, ഒരു ഹാപ്പിനെസ് ഉണ്ടാവുക, എൻജോയ്മെന്റ് എത്തുക. ഈ 35 വയസ്സുള്ള ഒരാള് 20 വയസ്സുകാരന്റെ പക്വത കാണിക്കുമ്പോഴാണോ അതല്ല 35 വയസ്സിന്റെ അല്ലെങ്കിൽ 40 വയസ്സിന്റെ ഒക്കെ പക്വത കാണിക്കുമ്പോഴാണ് എന്റർടൈൻമെന്റ് സെയിം ആവുമ്പോഴല്ലേ?
സെയിം എല്ലാ ആവുക ഏജിലും എന്റർടൈൻമെന്റ്സും സാധനങ്ങളും ഉണ്ടല്ലോ. ഉണ്ട്. എന്നായിക്കോട്ടെ. 35 കഴിഞ്ഞിട്ട് അന്തമായി പോകും. അത് നമ്മുടെ മെന്റാലിറ്റിന്റെ ഇത് പ്രശ്നമാണ്. അഭിമാനം പറഞ്ഞു വരുത്തരുത് കേട്ടോ. അപ്പം ഫിസിക്കൽ ഏജ് നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ? ഇപ്പോ ഞങ്ങൾ രാവിലെ ഞങ്ങളൊരു 6 മണി മുതൽ ഷട്ടിൽ കളിക്കും, ബാഡ്മിന്റൺ. നമ്മളെ കൂടെ കളിക്കുന്നത് 50 വയസ്സുള്ള 2 പേരുണ്ട്. ഓക്കെ, 48, 50 ഒക്കെ വയസ്സുള്ള 2 പേരുണ്ട്, 3 പേരുണ്ട്. സോ അവരുടെ മെന്റൽ ഏജ് ശരിക്കും എത്ര ആവാനാ സാധ്യത? 50 ആയിരിക്കോ, അതിന്റെ കൂടെ തന്നെ ആയിരിക്കോ, താഴെ ആയിരിക്കോ, മേലായിരിക്കോ? 25, 30 ആയിരിക്കും സർ. ഒരു 20 to 25 ഒക്കെ ആയിരിക്കും ആ ഒരു സമയത്ത്. എല്ലാ സമയത്തും ഒരേ മെന്റൽ ഏജ് ആണെന്ന് പറയാൻ കഴിയില്ല അല്ലെ. ഒരു സീരിയസ് ഇഷ്യൂ വരുമ്പോ അവരൊരു പക്ഷെ നല്ല പക്വത കാണിച്ചേക്കാം. കുറവെന്നുള്ളതല്ല, ഓരോ ഓരോ ഏജ് ഗ്രൂപ്പിലും ആ ബാക്കി എഴുതു പോയിട്ടേ നമ്മൾ പഠിച്ചിട്ട് ബാക്കി എഴുതാം. ഇവിടെ ശ്രദ്ധിക്ക്, ആ മൈക്ക് മ്യൂട്ടാക്ക്. പിന്നെ നമ്മൾ സോറി സർ. ഓരോ പ്രായത്തിനും എന്തുണ്ട്, അതിൻ്റെതായ രസങ്ങളും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും യൂത്ത് ആകാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. സോ മെന്റൽ ഏജ് കുറവായിരിക്കണം, അപ്പോഴാണ് ഒരു യുവാവായിക്കൊണ്ട് തന്നെ നിൽക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത്. ഓക്കെ, എന്നാൽ നമ്മൾ സീരിയസ് ആയ സന്ദർഭത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടി നമ്മൾ ഒരു മെന്റൽ ഏജ് കൂട്ടിയിടാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും. സോ അതിങ്ങനെ വാരി ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. ഓക്കെ, സോ റേറ്റ് ഓഫ് ഡസ് നോട്ട് കണ്ടിന്യൂ ത്രൂ ഔട്ട് ലൈഫ് അല്ലെ. സോ ഗ്രോത്ത് എന്ത് ചെയ്യൂല, ശാരീരിക വളർച്ച ജീവിതത്തിൽ മുഴുവനായി ഉണ്ടായിരിക്കില്ല. കാരണം അതൊരു സമയം എത്തിയാല് ഒരു 18, 20, 22 ഒക്കെ ആകുമ്പോൾ അത് നിൽക്കും. ദെൻ ഇറ്റ് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. പിന്നെ 6ാമത്തെ പോയിന്റ്, റേറ്റ് ഓഫ് ഗ്രോത്ത് ഈസ് നോട്ട് യൂണിഫോം. ഈ വളർച്ചന്റെ റേറ്റ് അല്ലെ, അത് യൂണിഫോം അല്ല. നമ്മളിൽ ഇവിടെ ഇപ്പൊ 18 പേര് 20 പേരുണ്ടെങ്കിൽ 20 പേരും 20 തൂക്കായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും, ഒരേപോലെ തന്നെ ആവില്ല. അതാണ് ഈ ഡിഫറൻസസ് ആയിരിക്കും, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവിടെ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് യൂണിഫോം. അപ്പൊ ഡെവലപ്മെന്റ്, മാനസിക വളർച്ച യൂണിഫോം ആയിരിക്കുമോ? 25 വയസ്സുള്ള 2 പേരും ഒരേ മാനസികാവസ്ഥയിലായിരിക്കുമോ? അല്ല സർ. അല്ല. അതുകൊണ്ട് ഗ്രോത്തും ഡെവലപ്മെന്റും ആ ഒരു ക്യാരക്ടറാണുള്ളത്. ദെൻ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെ. ഗ്രോത്തിന്റെ കാര്യത്തിൽ ഭയങ്കര ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. കാരണം തടിയുള്ളവര്, തടിയില്ലാത്തവര്, ഹൈറ്റ് ഉള്ളവര്, ഹൈറ്റ് ഇല്ലാത്തവര്, നിറം കൂടിയത്, കുറഞ്ഞത് അല്ലെ, അങ്ങനെ ഒരുപാട് ഡിഫറൻസസ് ആണ് ആക്ച്വലി ഉള്ളത്. പിന്നെ ചൈനക്കാരൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒരു അല്ലെ യൂണിറ്റി ആ ഒരു കാര്യത്തിൽ ഉണ്ടോ എന്നൊരു സംശയം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ ഇന്ത്യക്കാരെ പോലെ തന്നെയാണോ അവരും? ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. കളറിലൊക്കെ യൂണിഫോമിറ്റി ഉണ്ടല്ലേ, കണ്ണിന്റെ ഒരു ഷേപ്പിലൊക്കെ. കണ്ടാലൊക്കെ ഒരേ വരിക തോന്നും അല്ലെ, ഒരേ ആയിട്ട് ഒരേ മനുഷ്യന്മാരെ തോന്നും. അതിലൊരു വിറ്റ് പറയില്ലേ, ചൈനയില് ജനസംഖ്യ കൂടാൻ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോ എന്താ കാരണം? എണ്ണിയവരെ തന്നെ പിന്നെ എണ്ണിപ്പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത്, എണ്ണൂറെ തന്നെ പിന്നെ എണ്ണീരുണ്ടാവും. ഇവിടെ നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടേ. സോ പിന്നെ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്തുണ്ട്, ഗ്രോത്തിന്റെ കാര്യത്തിലുണ്ട്. ദെൻ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ഈസ് ഡിഫറെന്റ്. ഈ ശരീരത്തിൽ നമ്മൾ ഒരാളുടെ ശരീരത്തിൽ തന്നെ ഓരോരോ ബോഡി പാർട്സും ഡിഫറെന്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, വളർച്ച എന്നുള്ളതാണ്. ഇപ്പൊ കണ്ണ്, നമ്മളെ കണ്ണ് ചെറുപ്പത്തിലുള്ളതിൽ നിന്ന് എത്ര വലുതായി? സാറിന് ചാടിച്ചില്ലേ? ചാടിച്ചില്ല. കണ്ണ് ചെറുപ്പത്തിൽ നിന്ന് എത്ര വലുതായി? ചോറും കഴിച്ചിട്ടില്ല. കണ്ണ് വളരൂല. വരൂല. അപ്പൊ എന്നാ കയ്യോ അങ്ങനെ ആലോചിക്കണേ അല്ലെ. ചെറുപ്പത്തിലൊക്കെ എത്ര ചെറുതായിരുന്നു, പിന്നെ വലുതായി അല്ലെ. തലയോ? ബയോളജിക്കാരൊന്ന് വരും, എന്നിട്ട് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വളർച്ചന്റെ ആ ഒരു റേഷ്യോ ഒക്കെ പറഞ്ഞു തരും. ബയോളജി പഠിച്ച ആരുമില്ലേ? ആരും ഉണ്ടാവില്ല. അല്ലേ, ആരും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അത് അറിയാത്തോടെ ആയിരിക്കും. ഓക്കെ, വെറുതെ പറഞ്ഞതാ.
നമുക്ക് അങ്ങനെ ഇതിലത്ര ഡീറ്റെയിലൊന്നും നോക്കാനില്ല. ജസ്റ്റ് ഓരോ ബോഡി പാർട്സിലും ഓരോ വളർച്ചയിരിക്കും എന്ന് മാത്രം പറയാനുള്ളത്. ഓക്കെ, ഇനി ഡെവലപ്മെന്റ് ആണ്. അപ്പോ ഗ്രോത്ത് ഈസ് ഈക്വൽ ടു എന്ത് ഗ്രോത്ത് ആണ്? ഫിസിക്കൽ ഗ്രോത്ത്. ഇനി മീനിങ് ഓഫ് ദ ടേം ഡെവലപ്മെന്റ് ആണ് ഓവറോൾ ചേഞ്ച് ഇൻ ഷേപ്പ് സ്ട്രക്ചർ റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് വർക്കിംഗ് എന്നൊക്കെ പറയുന്നത്. അത് പിന്നെ ഷേപ്പ് ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരു ശാരീരികമായ ഷേപ്പ് എന്നതിന് അപ്പുറത്ത് അതൊരു മാനസികമായ കാര്യങ്ങളാണ് കേട്ടോ. ചേഞ്ചസ് ഇൻ ദ ക്വാളിറ്റി ഓർ ക്യാരക്ടർ, നമ്മുടെ സ്വഭാവം, നമ്മളുടെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഗ്രോത്ത്, മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ശരിക്കും ഈ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും തമ്മിൽ ബന്ധമുണ്ടോ? ഹലോ, എന്തെങ്കിലും ബന്ധമുണ്ടോ? ഗ്രോത്തും ഡെവലപ്മെന്റും, ശരീരം വളരുന്നതും മനസ്സ് വളരുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടല്ലോ. എന്താ ബന്ധം? ചെറിയൊരു കുട്ടിക്ക് ഉണ്ടാവുന്ന മാനസിക ശേഷിയല്ലല്ലോ വലിയ ആൾക്കുണ്ടാവുക. ഒരാൾക്ക് ഉണ്ടാകുന്നത് അല്ലെ? ഭയങ്കര സിമ്പിൾ ആണ്. സോ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ ഒരേപോലെ തന്നെ ഒരേ റേഷ്യോയിൽ തന്നെ ഉണ്ടാവണം എന്നില്ല. ഇനി ഓരോ വ്യക്തികളിലും അത് ഒരേ റേഷ്യോയിലാണ് അല്ലെങ്കിൽ ഒരേപോലെ തന്നെയാണ് എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ്. സോ ഗ്രോത്ത്, മെച്ചുറേഷൻ, ലേണിംഗ് ഇതൊക്കെ തമ്മിൽ എന്തുണ്ടാവും? ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ റിസൾട്ട് ആണ് നമ്മുടെ ഗ്രോത്ത്, മെച്ചുറേഷൻ, ലേണിംഗ് എന്നൊക്കെ പറയാം. ഈ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഡെവലപ്മെന്റ് ഈസ് ഈക്വൽ ടു എന്ത് ഡെവലപ്മെന്റാ? മെന്റൽ ഡെവലപ്മെന്റ്. സോ ഇറ്റ് ഈസ് പ്രോഗ്രസീവ് എന്ന് പറയുക, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. ആൻഡ് പ്രഡിക്റ്റബിൾ പാറ്റേൺ ആസ് എ റിസൾട്ട് ഓഫ് മെച്ചുറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. ഒരാൾക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നതിനനുസരിച്ച്, ഒരാൾക്ക് മെച്ചുറേഷൻ അഥവാ മെച്യൂരിറ്റി എത്തുന്നതിനനുസരിച്ച് നമ്മുടെ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രസ് പ്രഡിക്റ്റബിൾ ആണ്. അതല്ലെങ്കിൽ അതിന് കൃത്യമായ പാറ്റേൺ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഡയറക്ഷണൽ ആൻഡ് സീക്വൻഷ്യൽ. അതിന് കൃത്യമായ എന്തുണ്ട്? ഒരു ഡയറക്റ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ ഇത് ആ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ഡെവലപ്മെന്റ് പാറ്റേൺ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഇത് ഇനി അടുത്ത സ്ലൈഡുകളിൽ പറയൂ കേട്ടോ എന്താണ് കൃത്യമായ പാറ്റേൺ. നമ്മളല്ലേ ഒരു വയസ്സാകുന്നതിന് മുമ്പ് കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും 2 വയസ്സാകുന്ന കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും 5 വയസ്സായ ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും കൃത്യമായിട്ട് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റൂലേ? ഇന്ന ഓരോ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ പറയാൻ പറ്റൂലേ? യെസ്, അതാണ് പറയണത്. പ്രഡിക്റ്റബിൾ ആണ്, പ്രോഗ്രസീവ് ആണ് എന്നൊക്കെ പറയണ കാരണം. ഓക്കെ, സോ കണ്ടിന്യൂസ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് മെന്റൽ ആക്ടിവിറ്റി. ഒരാളുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മാനസികമായ എല്ലാ മേഖലകളിലും ഒരു വികസനം കൊണ്ടുവരിക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ചേഞ്ചസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇറ്റ് എനേബിൾസ് ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് ദ എൻവയോൺമെന്റ്. ഓരോ ദിവസം കഴിയുന്നിടത്തോളം ഡെവലപ്മെന്റ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നിടത്തോളം നമ്മുടെ എൻവയോൺമെന്റുമായി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ പരിസ്ഥിതി, ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ജോലി, നമ്മുടെ സാഹചര്യം, നമ്മുടെ കിൻസ്, അതുപോലെ തന്നെ റിലേറ്റീവ്സ്, ഇവരുമായിട്ടൊക്കെ കുറച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കാരണം ചെറിയ കുട്ടികൾ പിടിക്കുന്ന വാശി, ഇനി അത്തരം ഒരു പ്രശ്നങ്ങളൊന്നും കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഉണ്ടാവില്ല. ആൻഡ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ടു പ്രോസസ് ഓഫ് ഇന്റഗ്രേറ്റിംഗ് മെനി സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അതൊരു കോംപ്ലക്സ് ആണ്. എന്ത് കോംപ്ലക്സ് ആണ്? ടു പ്രോസസ് ഇന്റഗ്രേറ്റിംഗ് മെനി സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻ. നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻ. അപ്പോൾ മാനസികമായ സ്ട്രക്ചേഴ്സും മനസ്സിന്റെ ഫങ്ഷൻസും ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുക, എല്ലാതും ഒരുമിച്ച് നിന്ന് ഒരേപോലെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയ പ്രവർത്തനമാണ്. കാരണം ഒരുപാട് സ്ട്രക്ചേഴ്സും ഒരുപാട് ഫങ്ഷൻസും മൈൻഡിനുണ്ട്, അല്ലെങ്കിൽ ഡെവലപ്മെന്റിനുണ്ട്. സോ അതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ഒരു കണക്കിന് അതൊരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതിൽ വ്യത്യസ്തമായ ആസ്പെക്റ്റുകൾ, ഇതിന് വ്യത്യസ്തമായ വശങ്ങൾ ഉണ്ടെന്ന് പറയും ഡെവലപ്മെന്റിന്. അതിൽ ഫിസിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ ആൻഡ് മോറൽ വേണമെങ്കിൽ നമുക്ക് എക്സെട്രാ ഇടാൻ പറ്റും. ഫിസിക്കൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ശാരീരികമായി വളരുന്നതിനനുസരിച്ച് മാനസിക വളർച്ച ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കപ്പാസിറ്റി, ഇന്റലക്ട്, നമ്മുടെ ബുദ്ധി,
സോഷ്യൽ ലൈഫ്, മോറൽ ലൈഫ്, ഇങ്ങനെ നമുക്ക് ഡെവലപ്മെന്റുമായി മനസ്സുമായി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് പ്രോസസ്സ് അതല്ലെങ്കിൽ ഒരുപാട് ഏരിയാസ് ഫങ്ഷൻസ് ഉണ്ട് എന്നാണ് പറയണേ അല്ലെ. ഇപ്പൊ മോറൽ ലൈഫിൽ ഒരാൾ ഭയങ്കര സൗണ്ട് നന്നാവുമ്പോഴേക്കും ചിലപ്പോൾ സോഷ്യൽ ലൈഫ് പോകും, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ലൈഫ് അപ്പോഴത്തേക്ക് പോകും, അല്ലെങ്കിൽ ഒരാൾ ഇമോഷണലി ഭയങ്കര വീക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കൽ കപ്പാസിറ്റി കുറവായിരിക്കാം. അങ്ങനെ ഇതൊരു ഇംബാലൻസ്ഡ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ബാലൻസ്ഡ് ആയി കിട്ടുക എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ആയി കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ് എന്ന് പറയുന്നത്. Then rate of development is not uniform throughout the lifespan of an individual. കൃത്യമായി യൂണിഫോം ആയിട്ടാണ് ലൈഫ് മുഴുവൻ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല അല്ലെ. ഓരോരോ സ്റ്റേജിൽ നമുക്ക് ഡെവലപ്മെന്റുകൾ ഉണ്ടാകും അല്ലെ. നമ്മൾ പ്രായം കൂടുന്നിടത്തോളം മെച്യൂരിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കൂടൂലേ. അത് ഒരു സമയം നമ്മൾ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത്ര വയസ്സ് വരെയാണ് ഡെവലപ്പ് മാനസിക വളർച്ച ഉണ്ടാവുക, അത് കഴിഞ്ഞാൽ പിന്നെ മാനസിക വളർച്ച ഉണ്ടാവില്ല, അങ്ങനെ പറയാൻ കഴിയോ? ഒരുപാട് വയസ്സായവരില് പിന്നെ ഉണ്ടാവോ ഒരു എന്ന് വെച്ചാല് ചില സൈക്കോളജിസ്റ്റുകള് അതിനെ സെക്കൻഡ് ചൈൽഡ് രോഗാവസ്ഥ ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, ഓർമ്മശക്തിയൊക്കെ കുറയോ കുറച്ച്? അത് അതിന്റെ പ്രായത്തിന്റെ ഭാഗമായിട്ട് വരും. ദാറ്റ് മീൻസ് അതൊരു അവസ്ഥയാണ്. അപ്പം ചില ആളുകൾ അതിനെ ഡീക്രിപ്റ്റ്യൂഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഷേക്സ്പിയർ പോലൊക്കെ പറഞ്ഞത് ഏഴാമത്തെ ഒരു ലൈഫിന്റെ ഏഴാമത്തെ സ്റ്റേജ് ഒരു ഡീക്രിപ്റ്റ്യൂഡ് എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടികളെ പോലെ ആകുന്ന ഒരു ഏജ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അത് ഓരോരോ സൈക്കോളജിസ്റ്റുകൾ ഒരേപോലെയാണ്. സോ ഈ തിയറി കോമൺ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഇനി ഈ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ മാനസിക വികാസം എന്ന് പറയുന്നത്, അത് മെച്ചുറേഷനും ലേണിങ്ങും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. അത് മെച്യൂരിറ്റി കൂടുന്നതനുസരിച്ച് ഡെവലപ്മെന്റ് കൂടും, അല്ലെങ്കിൽ മെച്യൂരിറ്റിയും ഡെവലപ്മെന്റും ഒരുമിച്ച് പോകുന്ന രണ്ട് വാക്കുകളാണ്. അതേപോലെ ലേണിംഗ്, നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ മാനസികമായ ഒരു ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ ഒരു വികാസത്തിന് അത് കാരണമാകും. ഇപ്പൊ ലേണിങ്ങും മെച്ചുറേഷനും ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വൺസ് എൻവയോൺമെന്റ്. ഒരു കുട്ടി, ആ കുട്ടിയിൽ ഡെവലപ്മെന്റ് എത്രത്തോളം ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ വളരുന്ന അതിന്റെ സിറ്റുവേഷൻ ആണ്, എൻവയോൺമെന്റ് ആണ്. ഓക്കെ, അപ്പം കുട്ടികളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, അവർ ജീവിക്കുന്ന സിറ്റുവേഷൻസ്, വീട്, ഫ്രണ്ട്സ്, ഫാമിലി, ഇത് ഒരു കുട്ടിന്റെ ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ ഒരു ടീനേജേഴ്സ് ഒക്കെ ആയാലും ഫ്രണ്ട്സിന്റെ ഇൻഫ്ലുവൻസ് കൂടും. ആ സമയത്ത് ഒരു 2 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ ഒരു 3 വയസ്സ്, ഒരു 5 വയസ്സ് വരെ പറയാം, 5 വയസ്സ് വരെ പാരന്റ്സിന്റെ ഇൻഫ്ലുവൻസ് കൂടും. 5 കഴിഞ്ഞാല് പ്ലേമേറ്റ്സിന്റെ അതില് ആ ഒരു ഇൻഫ്ലുവൻസ് കൂടും. അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ ഇൻഫ്ലുവൻസ് അവർക്ക് വല്ലാണ്ട് ബാധിക്കും. സോ നമ്മുടെ ചുറ്റുമുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ ആളുകൾ, ആ ഒരു എൻവയോൺമെന്റ്, അത് പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മള് ഭയങ്കര ഒരു കൾച്ചേർഡായി മാത്രം സംസാരിക്കുന്ന ചുറ്റും അത്തരം ഒരു ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു കുട്ടി എങ്ങനെ സംസാരിക്കും? അതേ കൾച്ചറൽ സ്റ്റാൻഡേർഡിൽ ആ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യും അല്ലെ. ഇനി കുറച്ചൊരു സ്ലം ഏരിയന്നോ അല്ലെങ്കിൽ അത്തരത്തില് തീരെ കൾച്ചർ ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളുടെ ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടുന്ന വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കാനും അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ കീപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അവരുടെ ഡെവലപ്മെന്റ് അത്രേ ഉണ്ടാവുള്ളൂ. സോ നമ്മൾ നല്ലോണം സൂക്ഷിക്കും. ഇതിന് നമുക്കുള്ളൊരു ഗുണപാഠം എന്താ? ഇപ്പൊ ഈ എൻവയോൺമെന്റ് ഒരു കുട്ടിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും എന്നുള്ളതിൽ നിന്ന് ആസ് എ പാരന്റ് നിങ്ങൾക്ക് എന്താണ് അറിയാനുള്ളത്, അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താ? ആസ് എ പാരന്റ് എന്താണ് അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ മെസ്സേജ്, എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, അതേപോലെ അവർ വളരുന്നത്. ഓക്കെ, വീട്ടിൽ ഭയങ്കര നല്ല ട്രീറ്റ്മെന്റ് ആണ് കിട്ടുന്നത്, അത് മാത്രം മതിയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അത് മാത്രം പോരാ, ഓരോ ഏജ് ഗ്രൂപ്പിലും ഓരോ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ടീമുകളുടെ കാര്യം പറഞ്ഞില്ലേ. ഇപ്പം 5 വയസ്സ് വരെയാണെങ്കിൽ പാരന്റ്സ്, 5 വയസ്സിന് മുകളിലാണെങ്കിൽ പ്ലേമേറ്റ്സ്, പിന്നെ ടീനേജിലെത്തുമ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ മൊത്തം സർക്കിൾ നന്നായാലാണ് ആ കുട്ടീന്റെ മൊത്തത്തിലെ ഡെവലപ്മെന്റ് നന്നാവുള്ളൂ എന്ന് തോന്നുന്നു. അതെ, അഥവാ നമ്മൾ നമ്മുടെ കുട്ടിന്റെ കാര്യം തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു പോസിറ്റീവായ സംഭവം കിട്ടണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളത് ഇൻപുട്ട് കൊടുത്താൽ മാത്രം പോരാ എന്നുള്ളതാണ്. അവന്റെ ചുറ്റും ആരാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കൃത്യമായ ഒരു ധാരണ വേണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോ ഈ നെയ്ബേഴ്സിന്റെ അടുത്തൊക്കെ കുട്ടിനെ കളിക്കാൻ വിടുമ്പോൾ അവിടെ നല്ല ഇൻഫ്ലുവൻസ് വരും. അതുപോലെ തന്നെ കസിൻസ്, നമ്മുടെ റിലേറ്റീവ്സ്, അതൊക്കെ അപ്പൊ എന്താ ചെയ്യാ, നമ്മളിപ്പോ ഒരു നെഗറ്റീവായ അല്ലെങ്കിൽ കൾച്ചർലെസ് ആയ ഒരു നെയ്ബർ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരോട് കൂട്ടുകൂടരുത് പറയും. അപ്പൊ നമ്മളെ അപ്പൊ ഈ ഒരു ബന്ധത്തിനെ ബാധിക്കും അല്ലെ, അയൽവാസികളുമായിട്ടുള്ള ബന്ധം. നന്നാവാൻ വേണ്ടി കുറച്ച് ബാധിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കേണ്ടി വരും. അല്ല, അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒഴിവാക്കാൻ പറ്റുന്ന ബന്ധങ്ങളാണെങ്കിൽ തൽക്കാലം ഒരു പോസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അവിടെ ഇടാം. രണ്ട്, അവിടെ പോയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും, അത് ഏറ്റവും ശരിയും എന്ത് എന്ന് കുട്ടിനെ നമ്മൾ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കേണ്ടി വരും അല്ലെ. നമ്മൾ നോർമലി ആക്കി വിടാൻ പറ്റൂല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ ആസ് എ ടീച്ചർ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിന്റെ റോൾ എന്താ? എല്ലാവരോടും നല്ലോണം പെരുമാറണം എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കുക. അത് കൾച്ചർലെസ് ആയാലും കൾച്ചറുള്ളവരായാലും. പക്ഷെ അത് കോപ്പി ചെയ്യാൻ പാടില്ല, ആ ഒരു ഇത് കൊടുക്കുക. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ കൾച്ചേർഡ് ആയ കുട്ടികളുണ്ടാവും, കൾച്ചർലെസ് ആയ കുട്ടികളും ഉണ്ടാവും അല്ലേ. അവരെ നമ്മൾ കൾച്ചേർഡ് ആയ കുട്ടികളെ മാറ്റി നിർത്തി കൾച്ചർലെസ് ആയ കുട്ടികളെ മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ലേനു സർ. മാറ്റി നിർത്തിയില്ലെങ്കിൽ ഇവര് മറ്റേത് പഠിക്കൂലേ? അങ്ങനെ പറയുന്നവരെ മനസ്സിലാക്കിയ ടെർമിനോളജീസ്, അവരുടെ മാനറിസം അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. അതേപോലെ പറഞ്ഞോ, ടീച്ചേഴ്സിന്റെ പെരുമാറ്റവും നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ടീച്ചർ നല്ല രീതിയിൽ അങ്ങോട്ട് പെരുമാറുമ്പോൾ ടീച്ചർ ഉപയോഗിക്കുന്ന വാക്കുകളും ടീച്ചറുടെ മാനേഴ്സും എല്ലാതും അവരും ടീച്ചറൊക്കെ നല്ലതാ. പക്ഷെ ക്ലാസ്സിൽ തീരെ കൾച്ചറില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട്, കൾച്ചറുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്കത് ഡിസഡ്വാൻറ്റേജ് ആയി എടുക്കുമ്പോൾ അത് ഡിസഡ്വാൻറ്റേജ് ആണ്. എന്നാൽ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാലോ. കാരണം ഈ കൾച്ചർലെസ് ആയ കുട്ടികൾക്ക് കൾച്ചർ പഠിക്കാനുള്ള അവസരം കൂടി അവിടെ ഉണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കൾച്ചറൽസ് ആയ കുട്ടികളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട കറക്ഷൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഇംപ്രൂവ്മെന്റ് പറഞ്ഞു കൊടുത്ത് അവരധികം എത്തിക്കണം. കൾച്ചേർഡ് ആയ കുട്ടികളെ കോപ്പി ചെയ്യാനോ അതല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലേക്ക് എത്താനോ അവരെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ആൻഡ് ബേസ്ഡ് ഓൺ മോഡലിംഗ് ദ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് അതർ എൽഡർ മെമ്പേഴ്സ്. മോഡലിംഗ് എന്താന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ മോഡലിംഗ്? ഓർമ്മയിലില്ല സർ. ഒന്നുമില്ല, ഇമിറ്റേറ്റിംഗ് എന്നൊക്കെ പോലെ തന്നെയാണ്. ഇപ്പൊ പാരന്റ് എന്താണോ ചെയ്യണത് അത് കുട്ടി അതുപോലെ ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഒരു അഗ്രസീവായ പാരന്റ് ആണെങ്കിൽ കുട്ടിയിൽ അഗ്രഷൻ ഉണ്ടാവാം. സിമ്പതറ്റിക് ആയ പാരന്റ്സിൽ കുട്ടിയിൽ സിമ്പതി ഉണ്ടായിരിക്കും. ഓക്കെ, ജനറസ് ആണ് അതല്ലെങ്കിൽ കുറച്ച് ഡെമോക്രാറ്റിക് ആണെങ്കിൽ കുട്ടിയിലും ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഉണ്ടാകും. സോ എങ്ങനാ ടീച്ചേഴ്സിന്റെ മക്കളില്ലേ ക്ലാസ്സിലൊക്കെ ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് കുറച്ച് ഇന്റലിജൻസ് കൂടുതലായിരിക്കും. ഞാൻ ചോദിക്കാട്ടോ, അത് എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മളെ പാരന്റിങ്ങിന്റെ അടുത്ത് കിട്ടുന്ന ആ ഒരു ഇത് ആണോ? ടീച്ചേഴ്സിന്റെ മക്കൾക്ക് ഇന്റലിജൻസ് കൂടുതലായിരിക്കും എന്നല്ലേ പറയണേ? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്താ സത്യം? ഓക്കെ, ഞാൻ അതിന് മുമ്പ് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ.
താങ്കൾക്ക് ഏതെങ്കിലും ടീച്ചറുടെ മകളോടോ മകനോടോ പഠിച്ച കാലഘട്ടത്തിൽ അസൂയ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. അല്ല, തോന്നാത്ത ക്വസ്റ്റ്യൻ ഇവിടെ വരൂല. ഞാൻ ചോദിച്ചാണ് സർ. വളരെ നല്ല ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ. അതില് നമുക്കൊരാൾക്ക് സ്വഭാവം കിട്ടാൻ 2 മാർഗങ്ങളാണെന്ന് അറിയോ? സ്വഭാവോ സ്കില്ലോ ഒക്കെ കിട്ടുന്നത് 2 രൂപത്തിലാണ്. എങ്ങനെയാ? ബൈ ബർത്ത് കിട്ടൂലേ? ഒന്ന് ബർത്ത് അഥവാ ജീന് വഴി, 2 അവൻ സിറ്റുവേഷൻസ് അഥവാ അതിന് നമ്മൾ പറയാ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്നാണ്. ഓക്കെ. ടീച്ചേഴ്സിന്റെ മക്കൾക്ക് ബുദ്ധി ഇന്റലിജൻസ് കൂടുന്നു എന്ന് പറയുമ്പോ ആ വ്യക്തി ടീച്ചറാവുള്ള കാരണം എന്താ? നല്ലോണം കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ്. ഇന്റലിജൻസ് ഉണ്ടായതുകൊണ്ടല്ലേ? അതെ അല്ലെ? കുറച്ച് ബുദ്ധി ഇല്ലെങ്കിൽ ടീച്ചറാവാൻ സാധ്യത കുറവാണ്. ഒന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആ ടീച്ചറുടെ ജീനിൽ നിന്ന് ഹെറിഡിറ്ററി വഴി ഈ കുട്ടിക്ക് കൊണ്ട് കിട്ടും. ഇനി അതിന്റെ അപ്പുറത്ത് രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഈ കുട്ടി എന്താ പറയാ ഗർഭപാത്രത്തിൽ 4 മാസമായ അന്ന് മുതൽ കേൾക്കുന്നതും കാണുന്നതും പിന്നെ ഈ ലോകത്ത് വന്നിട്ടും അറിയുന്നതും എല്ലാം എന്തേകരം? എങ്ങനെ പഠിക്കുക, എങ്ങനെ പഠിപ്പിക്കുക, പഠനം, അല്ലെ, ക്ലാസ് റൂം, ഈ ഒരു കുറെ വാക്കുകളല്ലേ കേൾക്കുക. അപ്പം ആ കുട്ടി കുറച്ച് ഇന്റലിജന്റ് ആയില്ലെങ്കിലാണ് ശരിക്കും അത്ഭുതം. കാരണം ഈ ഹെറിഡിറ്ററി ഉണ്ട്, എൻവയോൺമെന്റും ഉണ്ട്, അല്ലേ? കാര്യം മനസ്സിലായോ? ടീച്ചേഴ്സിന്റെ മക്കളല്ലാത്ത കുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. അതിലുണ്ടാവും. അതിന് ഈ ടീച്ചേഴ്സിന് മാത്രമാണ് ബുദ്ധി ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ചെറിയ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വന്ന കുട്ടികളുണ്ടാവും. ഉണ്ടാവും. അല്ല, അവർക്കൊക്കെ ഹെറിഡിറ്ററിയോ എൻവയോൺമെന്റോ ഒക്കെ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പിന്നെ ഇവർക്ക് ഇതിന്റെ കൂടെ എന്ത് ചെയ്യുന്നോ അവർക്ക് കൃത്യമായി പഠിക്കാനും അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള മോട്ടിവേഷനും അതിന്റെ ട്രെയിനിങ്ങും അതും കൂടെ കിട്ടുന്നുണ്ടാവും. കൂടുതലായിരിക്കും അല്ലേ? ഓക്കെ. ദെൻ എവിടെ നമ്മൾ ഏത് പോയിന്റ് പറഞ്ഞു വെച്ചേ? മോഡലിംഗ്. ദെൻ ക്വാളിറ്റേറ്റീവ് ഇൻ നാച്ചർ. നമ്മുടെ ഡെവലപ്മെന്റ് ക്വാളിറ്റേറ്റീവ് ആണ്, ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആയിരുന്നു. ഓക്കെ. ക്വാളിറ്റി നമ്മൾ പറയാ, എണ്ണല്ലല്ലോ. ഒരു 5 സ്വഭാവം ഉണ്ടെന്ന് പറയില്ല. നല്ല സ്വഭാവം ഉണ്ട്, അല്ലെങ്കിൽ ചീത്ത സ്വഭാവം ഉണ്ട്, അങ്ങനെ ക്വാളിറ്റിയാണ് നമ്മൾ പറയാം, അല്ലെ? ഇറ്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഗ്രോത്ത് ഇല്ലാതെ ഡെവലപ്മെന്റ് ഉണ്ടാവുമോ? നിങ്ങളുടെ അഭിപ്രായം? ഗ്രോത്ത് ഇല്ലാതെ ഡെവലപ്മെന്റ് ഉണ്ടാവുമോ? അഥവാ ശാരീരിക വളർച്ച അല്ലാതെ മാനസിക വളർച്ച ഉണ്ടാകുമോ? അല്ലെ? നമ്മളെ പാക്കുറിച്ചേട്ടനൊക്കെ അല്ലേ? അപ്പം അവർക്ക് ശാരീരിക വളർച്ച ഇല്ലെങ്കിലും മാനസിക യാതൊരു പ്രശ്നമില്ല, അല്ലെ? ഓക്കെ. ഇനി ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് ഗ്രോത്ത്, ഡെവലപ്മെന്റ്. ഓക്കെ. ഇനി അതിന്റെ കൂടെ തന്നെ വരും മെച്ചുറേഷൻ ആണ്. കാരണം മെച്ചുറേഷൻ ഈ ഡെവലപ്മെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ എന്താണ് മെച്ചുറേഷൻ? മെച്ചുറേഷൻ എന്നുള്ളത് ഇറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. നമുക്ക് അങ്ങനെ മെച്ചുവേർഡ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അത് ആ ഗുഡ് ബിഹേവിയറിന്റെ ഒരു ഫൈനൽ ആണ്, അല്ലെങ്കിൽ ഗുഡ് ബിഹേവിയറിന്റെ ഒരു എൻഡ് ആണ്. അതിന്റെ ഒരു കൃത്യമായ ഗുഡ് ബിഹേവിയർ ആണെന്നൊക്കെ മനസ്സിലാക്കും. സോ ഇറ്റ് ഈസ് ദ ഗ്രോത്ത് വിച്ച് ടേക്സ് പ്ലേസ് വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു വളർച്ചയാണ് ആക്ച്വലി. അഥവാ അത് ശാരീരികം എന്നല്ല പറയുന്നത്, വളർച്ച എന്ന് മാത്രമാണ് ആ ഗ്രോത്ത് ഉള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവന്റെ തോട്ട് അല്ലെങ്കിൽ അവന്റെ ഡിസിഷൻ മേക്കിംഗ്, ഇതെല്ലാം കുറെ ഡെവലപ്ഡ് ആയ ഒരവസ്ഥയാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. സോ റിസൾട്ട് ഓഫ് അൺഫോൾഡിങ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ്. നമുക്ക് നമ്മുടെ ലൈഫിൽ ഇൻഹെറിറ്റഡ് ആയി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ്, ആ സ്കില്ലുകളുടെ ഒരു അൺഫോൾഡിങ് ആണ്, അല്ലെങ്കിൽ എക്സ്പ്ലോറിങ് ആണ്, അതല്ലെങ്കിൽ ഒരു ഷോയിങ് ആണ് എന്ത് മെച്ചുറേഷൻ എന്ന് പറഞ്ഞാല്. അഥവാ ഒരാൾക്ക് തന്റെ ലൈഫിൽ ഒരുപാട് നല്ല ക്വാളിറ്റീസ് കിട്ടി, നല്ല സ്കില്ല് കിട്ടി. ആ സ്കില്ലിനെ അവര് ഷോക്കേസ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അൺഫോൾഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് മെച്യൂരിറ്റി ഉണ്ട് അല്ലെങ്കിൽ മെച്ചുറേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ദാറ്റ് അസോസിയേറ്റ് വിത്ത് നോർമൽ ഗ്രോത്ത്.
സാധാരണ ഒരു വളർച്ച, ഒരു ഗ്രോത്ത് ഉണ്ട്, അതിന് കൂടുതലായിട്ട് അല്ലെ, ശാരീരികമായിട്ടും മാനസികമായിട്ടും. ഇതൊരു ഗ്രോത്ത് എന്ന് പറ്റിയ ഒരു ശാരീരിക വളർച്ച എന്ന് മാത്രമല്ല പറഞ്ഞു കേട്ടോ. മൊത്തമായി ഒരാൾ വികസിക്കുമ്പോൾ അതുമായി അസോസിയേറ്റഡ് ആയി അതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം ആണ് ആക്ച്വലി മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, മെച്ചുറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്. ഇല്ല, ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഇനി വീണ്ടും പറയണില്ല, എന്താ ബുക്കിലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രേയിലുണ്ടാവും, നമുക്ക് വായിക്കാം. ഓക്കെ, ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെ ഉള്ളൂ, പുതിയൊരു പോയിന്റ് ആയിട്ടൊന്നും ഇതിൽ പറയുന്നില്ല. മെച്ചുറേഷനെ പറ്റി പറയുന്നത് മാക്സിമം ലെവൽ ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് മെച്ചുറേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഡിറ്റർമിൻഡ് ബൈ ഹെറിഡിറ്ററി, സാധാരണ പാരമ്പര്യമായിട്ടൊക്കെ കിട്ടുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ കിട്ടണമെന്നൊന്നുമില്ല, എക്സ്പീരിയൻസ് ഒന്നും, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇനി ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അതില് കുറച്ച് ഏതൊക്കെ ഇതുണ്ടല്ലോ. ഈ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാനസികമായ ഡെവലപ്മെന്റ് മാത്രം ഉദ്ദേശിക്കുന്നില്ല, മൊത്തമായി ഒരു വ്യക്തി വികാസം. അത് മനസ്സിലാക്കാം. വ്യക്തിന്റെ ശാരീരികവും മാനസികവും സാമൂഹികവും എല്ലാമായിട്ടുള്ള വികാസത്തിന്റെ ഡയമെൻഷൻസ് ആണ്. അപ്പൊ ഏതൊക്കെ മേഖലയിലാണ് ഒരു വ്യക്തി വളർന്നു വരേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. സോ കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഏതൊക്കെ ഡെവലപ്മെന്റ് ആണ് എന്നുള്ളത് മാത്രം പഠിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 1 ഫിസിക്കൽ ഡെവലപ്മെന്റ്, 2 ഇന്റലക്ച്വൽ ഓർ മെന്റൽ ഡെവലപ്മെന്റ്, 3 ഇമോഷണൽ ഡെവലപ്മെന്റ്, 4 മോറൽ ഓർ ക്യാരക്ടർ ഡെവലപ്മെന്റ്, 5 സോഷ്യൽ ഡെവലപ്മെന്റ്, 6 ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ. ഇത്രയും ഒരു 6 ഡെവലപ്മെന്റുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ആദ്യം ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. അപ്പം ഒരാള് ഡെവലപ്ഡ് ആകണ്ടേ, അല്ലെങ്കിൽ വികസിക്കണ്ടേ, അല്ലെങ്കിൽ ഇംപ്രൂവ് ആകണ്ടേ ഒരു 6 മേഖലകളാണ് പറയുന്നത്. അതാണ് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കേൾക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇത് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ആക്ച്വലി ശാരീരികമായ ഒരു വളർച്ചയാണ്. സോ അവിടെ 2 കോമ്പണൻസ് ഉണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ്, the term physical development has 2 components. അനാട്ടമിക്കൽ ഗ്രോത്ത് ഉണ്ട്, ഫിസിയോളജിക്കൽ ഗ്രോത്ത് ഉണ്ട് അല്ലെ. ശരീരത്തിന്റെ അനാട്ടമി എന്നൊക്കെ പറയാറില്ലേ. ഇതിന് ശരിക്കും ബയോളജി പഠിച്ച ആരും ഇല്ല ഈ ഒരു ക്ലാസ്സിൽ? +2 ബയോളജി എടുത്തുണ്ടാവും. സുവോളജി. സുവോളജി. ഞാൻ ചോദ്യം ചോദിക്കൂല, സംശയം ചോദിക്കൂല. ഉണ്ടോ? ഉണ്ട്. എന്നാ ചോദിക്കും. ഓക്കെ, സോ ബി റെഡി ടു ആൻസർ. ആരാണ് ഉണ്ട് പറഞ്ഞ പേരെന്താ? റിഫാന. റിസാനെ? റിഫാന. ഓക്കെ, അപ്പൊ റിഫാന റെഡി അല്ലേ? ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. അല്ല, ഈ സ്ക്രീനിൽ കാണുന്നു, വായിച്ച് പറഞ്ഞാല്. ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ. അല്ല, അവിടുന്ന് തോന്നിക്കോ അനാട്ടമിക്കൽ ഗ്രോത്ത്. അതെന്താണ്? എനിക്ക് അതിനെ കുറിച്ച് എന്തൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞു. അനാട്ടമിക്കൽ ഗ്രോത്ത് ആൻഡ് ഫിസിയോളജിക്കൽ ഗ്രോത്ത്. അല്ല, അനാട്ടമി അറിയണ്ടേ. റിഫാന ഒരു മിനിറ്റ്. റിഫാന ഇത് ഒന്നും പ്രിപ്പയർഡ് ആവാതെയും ഇതൊന്നും കാണാതെയും പറയാതെയാണ് ഇപ്പോ ഇത് വായിക്കാനും ഇതിനെ കുറിച്ച് സംസാരിക്കാനും പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ശ്രോതാക്കൾ ആരും റിഫാനയെ കഴിവ് കൂടിയ ഒരാളായിട്ടോ അല്ലെങ്കിൽ അറിവ് കൂടിയ ഒരാളായിട്ടോ അറിവ് കുറഞ്ഞ ഒരാളായിട്ടോ ചിത്രീകരിക്കരുത്. പോരെ? ഓക്കെ, എന്തിനീ പറഞ്ഞു? അനാട്ടമിക്കൽ ഗ്രോത്ത് പറയുമ്പോ നമ്മളെ ബോഡിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ്, പിന്നെ എല്ല്, ബോണ് എല്ലാം അത് സ്ക്രീന് വായിച്ചു പറയണം കേട്ടോ, തെറ്റിപ്പോയത്. The growth in skeleton plus changes in the number of bones, height, weight, etc. രണ്ടാമത്തെ കൂടെ വായിച്ചോ, എന്നിട്ട് ഒന്നിച്ച് പറഞ്ഞാൽ മതി. Physiological growth, changes occurring in the internal organs like heart, lungs, liver, bladder, kidney, etc. Motor development, growth and development of bodily organs like BP ഇപ്പൊ എത്ര കയറുന്ന അറിയോ? ലേശം കൂടുതലുണ്ടാവും അല്ലേ? അത് സാറല്ല, ഇത് പറഞ്ഞു. തെറ്റിക്കോട്ടെ. അനാട്ടമിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് ബോണിലുള്ള ഗ്രോത്ത്. അത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, അല്ലാത്തതായിരിക്കോ? ഒബ്സർവ് ചെയ്യാൻ പറ്റും. സ്കെൽട്ടൽ അല്ലെ, നമ്മുടെ
മൊത്തത്തില് ഒരാളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടുന്നതും പിന്നെ ബോണിന്റെ നമ്പർ ചേഞ്ച് ചെയ്യണതൊക്കെ. അതെ. അങ്ങനെ അതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാറിയോ? അതിപ്പോ കുട്ടികളുടെ ബോൺസിന്റെ നമ്പർ കൂടുതലായിരിക്കും എന്ന് പറയും. വലിയ തോറും ബോൺസ് കൂടി ചേർന്ന് അതിന്റെ നമ്പർ കുറയും എന്നൊക്കെ പറയുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അതില് മാറ്റം വരും. അപ്പൊ ഇങ്ങനെ ഈ പിന്നെ അനാറ്റമിക്കൽ ഗ്രോത്ത് വളരെ കൂടുതലാണെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ എന്ത് വൈറ്റമിൻ ഒക്കെ കൊടുക്കണ്ടേ? നമ്മള് വൈറ്റമിൻ D3, കാൽഷ്യം ഒക്കെ വേണം. എല്ലാം വേണം. ഓക്കെ ഓക്കെ. അടുത്ത പറഞ്ഞോ. പിന്നെ ഫിസിയോളജിക്കൽ ഗ്രോത്ത്, അതില് ഇന്റേണൽ ഓർഗൻസിൽ വരുന്ന ചേഞ്ചസ്, ലിങ്സ്, ലിവർ, ബ്ലാഡർ, കിഡ്നി. ഓക്കെ. ഇതിനേതെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അല്ല ഒറിജിനൽ ആണോ? അല്ല, ഒറിജിനൽ മീൻസ് വർക്കിംഗ് അല്ല, കുപ്പിയിലിട്ട് വെച്ച്. ഉപ്പിലോ? അല്ല, കുപ്പിയിലിട്ട് വെച്ച്. ഐ മീൻ എന്താ മാങ്ങ നമ്മളീ പിന്നെ എന്താ പൈനാപ്പിളും മാങ്ങയും അങ്ങനെ അങ്ങനെ ഇട്ടിച്ചിക്ക അതാ പറഞ്ഞത്? അതൊക്കെ പോലെ, പക്ഷെ അത് ഫോർമാലിൻ ആയിരിക്കും. ഫോർമാലിൻ ഇട്ട് വെച്ചത്. ഓക്കെ. പിന്നെ മോട്ടോ ഡെവലപ്മെന്റ്. പിന്നെ മോട്ടോ ഡെവലപ്മെന്റ്, അതായത് കാലിലും കയ്യിലും, അതായത് മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ എന്തുണ്ട്, രണ്ട് കോമ്പണൻസ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ, അനാട്ടമിക്കൽ ഗ്രോത്ത് ആൻഡ് ഫിസിയോളജിക്കൽ ഗ്രോത്ത്. അല്ലെ, അനാട്ടമിക്കൽ ഗ്രോത്ത് ഉദ്ദേശിക്കുന്നതാണ് നമ്മളെ അല്ലെ ബോൺസ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ. ഫിസിയോളജിക്കൽ നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായി ബന്ധപ്പെട്ട് വ്യത്യാസങ്ങളാണ്. അപ്പോ റിഫാന ടീച്ചർക്ക് നന്ദി. ഓക്കെ. സോ അനാട്ടമിക്കൽ ഗ്രോത്തും ഫിസിയോളജിക്കൽ ഗ്രോത്തും കൂടി ചേർന്നാലാണ് മോട്ടോ ഡെവലപ്മെന്റ് ഉണ്ടാവുക. അങ്ങനെയാണ് ഒരാളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക എന്നുള്ള ഒരു സിമ്പിൾ ഡയഗ്രാമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഈ രണ്ട് ഇന്റലക്ച്വൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് ആണ്. മനസ്സുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇന്റലിജന്റ് ഒക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇന്റലിജൻസ് ഉണ്ട് സ്വയം വിലയിരുത്തിയ ആരെങ്കിലും ഉണ്ടോ? ആർക്കും ബുദ്ധിയില്ലേ? എല്ലാവർക്കും ബുദ്ധിയുണ്ട് സർ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കൂലല്ലോ. ഓക്കെ ഓക്കെ. ആണേ, സ്വന്തം ബുദ്ധി പോലും പണയം വെച്ചു ഒരു ക്വസ്റ്റ്യനെ പേടിച്ചിട്ട്. അതങ്ങനെ മോശമായി പോയി. കാരണം മൊബീനാക്ക് മാത്രമേ ഒരു ധൈര്യമുള്ളൂ. സോ ഇന്റലക്ച്വൽ ഓർ മെന്റൽ ഡെവലപ്മെന്റില് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ തല അല്ലെങ്കിൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഉദാഹരണങ്ങളാണ് തിങ്കിങ്, റീസണിങ്, ഇമാജിനേഷൻ, കോൺസെൻട്രേഷൻ, ക്രിയേറ്റിവിറ്റി, സെൻസേഷൻ, പെർസെപ്ഷൻ, മെമ്മറി, അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ജനറലൈസേഷൻ. ഓക്കെ. ഈ വായിച്ചത് ഏതെങ്കിലും അറിയാത്തുണ്ടോ? അഥവാ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, തിങ്കിങ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? തിങ്ക് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. റീസണിങ്ങിന്റെ അർത്ഥം എന്താ? കാരണം പറയാല. പ്രശ്നപരിഹാരം, സോൾവിങ്, യുക്തിചിന്തയാണ് ആക്ച്വലി. ദെൻ 3 പിന്നെ എന്തേനോ ഇമാജിനേഷനോ ഇമാജിനേഷൻ പവർ കുറവുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഫുള്ള് പെർഫെക്റ്റ് ആണ്, വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? എന്നാലല്ലേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് നിങ്ങളെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ടോ നോക്കാനാ. ഓക്കെ. ഞാനൊരു കാര്യത്തെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ഓക്കെ. ഞാൻ പറയാൻ പോകുന്ന വസ്തുവിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. റെഡിയാണോ? ഓക്കെ, റെഡി. 1 2 3. മഞ്ഞ കളറുള്ള ഒരു നാനോ കാറ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയി. മഞ്ഞ നാനോ കാറ് ആരും മനസ്സിൽ കാണരുത്. മഞ്ഞ കളർ കേട്ടോ, നാനോ കാറാണ്, ചെറിയ കാറ്. മഞ്ഞ നിറത്തിലുള്ള നാനോ കാറിനെ ആരും മനസ്സിൽ കാണരുത്.
ആരെങ്കിലും കണ്ടോ? ഇത്ര തവണ ഇങ്ങനെ പറഞ്ഞാ പിന്നെ കാണുന്നില്ലേ? ഇല്ല. ആരാ കാണാത്ത? ഇതെന്താ ആലോചിച്ചേ? ഇതിന്റെ മുന്നേ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 2 കടലാമ നല്ല പതഞ്ഞു വരുന്ന തിരമാല, അതിന്റെ അവിടെ പതേന്റെ ഉള്ളിൽ ഇങ്ങനെ 2 ആമ നിക്കുന്ന ഇത് കണ്ടു. അപ്പൊ സാറ് പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷെ എന്റെ മൈൻഡിൽ ഫുള്ള് ഇത് മൂവ് ചെയ്യുന്ന ആ ബബിൾസ് ഇല്ലേ, ബബിൾസിന് ഉള്ളിൽ കൂടി മഞ്ഞ കളർ പോയിട്ടുണ്ടാവും ചിലപ്പോ. ഒന്നുകൂടി നോക്കിയാളാ. ഓക്കെ എക്ലെയറിന്റെ ബോക്സ്. ഓക്കെ, റീസണിങ്, ഇമാജിനേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ആണ്. ആൻഡ് ക്രിയേറ്റിവിറ്റി. എന്താ ക്രിയേറ്റിവിറ്റി എന്നാലേ? വാട്ട് ഇസ് ക്രിയേറ്റിവിറ്റി? ആവിഷ്കാരം. എനിക്ക് ഇംഗ്ലീഷ് അറിയാനായിട്ട്, സോറി, ഈ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം അറിയായിട്ട് മലയാളം ചോദിക്കല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. വാട്ട് ഈസ് ക്രിയേറ്റിവിറ്റി? പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുക, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചറിൽ നമ്മുടെ മൈൻഡ് പുതുതായി തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് അതിനോട് എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? പുതുതായി ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി. അതാണ് പുതുതായിട്ടല്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, എന്നാൽ സ്വന്തമായി പുതുതായി ഉണ്ടാക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരാള്. സ്വന്തമായി പുതുതായല്ല, സ്വന്തമായി ഉണ്ടാക്കുന്നത്. ഓക്കെ, എന്നാൽ മേ സ്വന്തമായി ബി ഇന്നോവേറ്റീവ് ആവാം, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആവാതിരിക്കാം. ഓക്കെ, എന്നാ അതിന് വേറെ ആർക്കും എതിരഭിപ്രായം ഉണ്ടോ? ഒരാളുടെ കഴിവ് കഴിഞ്ഞോ? സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്നില്ല. അവരിപ്പോ ഒരു സ്റ്റോറി വേറെ ആരും എഴുതിയ സ്റ്റോറി, അതിന് ബാക്കി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി നമ്മൾ എഴുതും. അപ്പൊ അത് പോയി. അടുത്ത് ബാക്കി എഴുതുന്ന സ്വന്തമായിട്ട് എഴുതല്ലേ? അതെ, ഇവിടെ വാഗ്വാദമല്ല നടക്കാൻ പോണേ, ഇവിടെ ക്രിയേറ്റിവിറ്റിക്ക് ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പോണേ. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാല്, ഒരു സാധാരണ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു യൂസ്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയോ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്യുന്നതാണ് ക്രിയേറ്റിവിറ്റി. അത് സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് അതിൽ നിന്ന് ചെറിയ മാറ്റം വരുത്തി ചെയ്യുന്നതോ അതല്ലെങ്കിൽ തികച്ചും പുതിയ എന്തെങ്കിലും ചെയ്യുന്നതോ ആണ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ, ഇപ്പം എന്റെ കയ്യിൽ എന്താ? വാട്ട് ഇസ് ദിസ്? പെൻസിലാ തോന്നുന്നു. കാണില്ല. അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. പെൻസിലാ. ഓക്കെ, എന്നാ വേണ്ട. ഇതെന്താ? സാറിന്റെ ഫോൺ. ഫോണ്. സോ വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് ദിസ് ഫോൺ? മൾട്ടിപ്പിൾ ബേസിക് ആണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം, ബേസിക് കോൾ ചെയ്യാം, പിന്നെ ക്യാപ്ചർ ചെയ്യാം, നമുക്ക് ചിത്രം വരയ്ക്കാം. ഇതിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂല. എങ്ങനെ വരയ്ക്കേ? ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കേ? അല്ല സാർ, ഇതിൽ എസ് പെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ചിത്രം വരച്ചൂടെ? വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഫോണിന്? പിന്നെ മെസ്സേജ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, ചാറ്റ് ചെയ്യാം. കളി പറയല്ലേ. ക്രിയേറ്റിവിറ്റി, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാം. ക്രിയേറ്റിവിറ്റിയോട് കൂടി ആൻസർ പറയും. ചെയ്യാം. അല്ല, ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തൂടെ? റീൽസ് 2 വയസ്സുള്ള കുട്ടിക്ക് കൊടുത്ത ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. ഓ, ഇതുകൊണ്ടല്ലേ? ഇതുകൊണ്ട് ക്ലാസ് കാണാം, ഓൺലൈൻ ക്ലാസ് കാണാം. അതൊന്നും അല്ല, എന്റെ വീട്ടിലെ പൂച്ചനെ അറിയാം. അതിനിപ്പോ ഫോൺ വേണോ സർ? ഞാൻ ചോദിച്ചത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപയോഗത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസപ്പെട്ടതോ അല്ലെങ്കിൽ പുതിയതോ ആയിട്ടുള്ള അതാണ് ക്രിയേറ്റിവിറ്റി. മനസ്സിലായോ? ഓക്കെ, അതിപ്പോ ഈ ഫോണിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് സ്കെയിൽ ഇല്ലെങ്കിൽ മാർജിൻ വരയ്ക്കാം. അതെ, മാർജിൻ വരയ്ക്കാം. അത് ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെന്താ? പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം. പേപ്പർ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കാം, അത് ക്രിയേറ്റിവിറ്റിയാണ്. വേറെന്താ? നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യട്ടെ. നമ്മുടെ ഗ്രൂപ്പില് മൊബൈൽ ഫോണിന്റെ ഉപയോഗങ്ങൾ ഏറ്റവും കൂടുതൽ
ആരാണ് എഴുതിയിരുന്നത് നോക്കാം. ഓക്കെ സർ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ, നാളെ അടുത്ത ദിവസം മുമ്പ് ഒരു 12 മണിക്കൂറിനുള്ളിൽ നാളെ വൈകുന്നേരത്തിനുള്ളിലൊക്കെ എഴുതിട്ടാൽ മതി. മൊബൈൽ ഫോണിന്റെ ഉപയോഗം എന്തല്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ എഴുതുന്നതാക്കി നമുക്ക് സമ്മാനം കൊടുക്കാം. സെറ്റല്ലേ? ഹലോ, പോയാ? ഓക്കെ സർ. ഫോണ് മാറ്റി വേറെ എന്തെങ്കിലും തന്നാൽ ഒരു രസമാണ്. ഫോണിപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഫോണ് പറഞ്ഞു അല്ലേ? അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, എന്നാ പേരന്റ് ആയാലോ? എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ എന്താ പതിലോ, ഇത് വെറുതെ രസം അത്രേ ഉള്ളൂ. ഗ്രൂപ്പ് ഒന്നിങ്ങനെ ഉണർന്നോട്ടെ. സോ അതാണ് ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഇതൊരു സെൻസേഷൻ, നമുക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവ് അല്ലെ, അത് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്താ സെൻസ് ചെയ്യാന്ന് പറഞ്ഞാല്? ടച്ച്, സ്മെല്ല്. സെൻസറി ഓർഗൻസ് ഏതൊക്കെയാ? 5 ഓർഗൻസ് ഉണ്ട്. ഐസ്, തൊക്ക്, മൂക്ക്, കണ്ണ്, മൂക്ക്, നാക്ക്, തൊട്ട്, ചെവി. പഞ്ചേന്ദ്രിയം. പഞ്ചേന്ദ്രിയം. ദെൻ പെർസെപ്ഷൻ. പെർസെപ്ഷൻ എന്ന് പറഞ്ഞാല് പെർസീവ്, പുറത്തുനിന്നുള്ള ഒരു നോളജിനെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് പെർസെപ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ ആ 5 സെൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പെർസെപ്ഷൻ. ഓക്കെ, മെമ്മറി, അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ, ജനറലൈസേഷൻ. ഓക്കെ, അതാണ് ഇന്റലക്ച്വൽ ഓർ മെന്റൽ ഡെവലപ്മെന്റിൽ സംഭവിക്കുക. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയണം. കാരണം ഇതിൽ ഓരോന്നും കുട്ടിയില്, നമ്മുടെ സ്റ്റുഡന്റില് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട വർക്കുകൾ, ആക്ടിവിറ്റീസ്, ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഈ ഇമാജിനേഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഇമാജിനേഷൻ കുട്ടിയിൽ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോയിങ്ങിന് ഇങ്ങനെ കളർ ചെയ്യാൻ കൊടുക്കാം, കളർ ബുക്ക് വാങ്ങിക്കൊടുക്കാം. ഇമാജിനേഷൻ ഉണ്ട്. അതല്ല, അവർക്ക് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കളർ ബുക്ക് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇമാജിനേഷൻ സ്കില്ല് വർക്ക് ചെയ്യുന്നോണ്ടല്ല അവര് ഡ്രോയിങ്, കളറിങ്, വേറെന്താ? സ്റ്റോറി പറഞ്ഞു കൊടുക്കാം. ബിൽഡിംഗ് ബ്ലോക്സ് കൊടുക്കില്ലേണ്ട അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കൂലേ? ചെറിയ ചെറിയ മോഡൽസ് ഉണ്ടാക്കാന്, പേപ്പർ കൊണ്ട് ക്രാഫ്റ്റ് അല്ലെ. സ്റ്റോറി പറഞ്ഞു ഇമാജിനേഷൻ കൂട്ടുക. സ്റ്റോറി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇമാജിനേഷൻ കൂട്ടുക. അവര് കേൾക്കുക മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ മൈൻഡിൽ പിക്ചറൈസ് ചെയ്യണം. ഞാൻ ഈ സാധനം മുന്നേ നമ്മുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ സ്റ്റോറി പറഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ മനസ്സിൽ കാണണം എന്നൊക്കെ പറഞ്ഞില്ലേ? മെന്റൽ ഇമേജിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ റീസണിങ് അല്ലെ, അതിന്റെ എല്ലാത്തിന്റെയും ഒരു റീസൺ എന്താന്ന് അവർ കണ്ടെത്തണം. അത്തരത്തിലൊക്കെ അവർക്ക് വർക്ക് കൊടുക്കാം. ദെൻ 3 ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഈ ഇന്റലക്ച്വൽ ഇന്റലിജൻസ്. ഓക്കെ, ഇന്റലിജൻസ്, IQ കേട്ടില്ലേ? ഇന്റലിജന്റ് കോഷ്യൻ. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരാളുടെ IQ ലെവൽ നോക്കിയിട്ട് അവന്റെ ഇന്റലിജൻസ് അളക്കാൻ പറ്റും. ദെൻ ഇമോഷൻ ഡെവലപ്മെന്റ് അടുത്തത്. ആക്ച്വലി ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇമോഷൻസ് ഏതൊക്കെയാ? സങ്കടം, ദുഃഖം, ദേഷ്യം. കുറെ ഇമോഷൻസ് ഇങ്ങനെ മാറി വന്നു കൊടുക്കും അല്ലെ. സോ പ്രൈമറി ഇമോഷൻസ് ആണ് ഏത്? ഫിയർ, ആങ്കർ ആൻഡ് ജോയ്. പ്രൈമറി ഇമോഷൻസ് ആണ്. ഒരാൾക്ക് പേടി, ദേഷ്യം, സന്തോഷം, ഇതൊക്കെ എന്ത് ചെയ്യും? പ്രൈമറി ആയിട്ടുള്ള ഒരാളുടെ ഇതിലുണ്ടാവും. ദെൻ അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകും, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമാണ് പ്രൈമറി ഇമോഷൻസ്. സെക്കൻഡറിക്ക് പോകുമ്പോൾ ഡിസ്ഗസ്റ്റ്, ജലസി, അഫെക്ഷൻ, ആങ്സൈറ്റി, സിമ്പതി, ഡിസ്ട്രസ്, ലവ്, വണ്ടർ, അങ്ങനെ നമുക്ക് ഒരു നാണം അല്ലെങ്കിൽ അസൂയ അല്ലെ, സ്നേഹം, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള പറയുന്ന ഇതാണ്. ദെൻ ഇമോഷണൽ ബിഹേവിയർ ഈസ് ഡെവലപ്ഡ് ടു ദ പോയിന്റ് ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി ആൻഡ് ബാലൻസ് ഓഫ് ഇമോഷൻ. ശരിക്കും ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന സാധനം ഉണ്ട്. അതിനെ കുറിച്ച് കേട്ടോ? ഇമോഷണൽ ഇന്റലിജൻസ് എന്ന സാധനം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല, എന്നാലും ഇമോഷണൽ കോഷ്യന്റ് എന്നൊക്കെ പറയും. സോ ഇമോഷണൽ ഇന്റലിജൻസ് അല്ല, ഇമോഷണൽ കോഷ്യന്റ്. ഇമോഷണൽ കോഷ്യന്റ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് പ്രാക്ടീസും അതിന് തെറപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ശരിക്കും ഒരു മെച്യൂർഡ് പേഴ്സൺ ഇമോഷണൽ ബാലൻസ് ഉള്ള ഒരാളാവണമെന്നാണ്. എക്സ്ട്രീം ആങ്കറോ, എക്സ്ട്രീം സാഡ്നെസ്സോ, എക്സ്ട്രീം ജോയ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയാറുള്ളത്. ആ പോയിന്റിനോട് യോജിക്കുന്നുണ്ടോ?
ഒരാൾക്ക് എക്സ്ട്രീം ജോയ് പാടില്ല എന്നാണോ? പാടില്ല എന്നല്ല, അതില്ലാതിരിക്കുന്നതാണ് നല്ലത്. ആങ്കർ, ഫിയർ, ജോയ് ഏതാണെങ്കിലും, ആങ്സൈറ്റി എന്തും, അല്ലെങ്കിൽ ലവ്, ഡിസ്ട്രസ്, വണ്ടർ, ഇതൊന്നും ഒരു എക്സ്ട്രീം എന്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ്. അഥവാ വെൽ മെച്യൂർഡ് ആയിട്ടുള്ള ഒരാള് ഏതൊരു സിറ്റുവേഷനിലും ആള് കൂളായിരിക്കും എന്നുള്ളതാണ്. എത്ര സന്തോഷമാണെങ്കിലും ആളത് വല്ലാതെ പ്രകടിപ്പിക്കൂല, എത്ര സങ്കടമാണെങ്കിലും അത് വല്ലാണ്ട് പ്രകടിപ്പിക്കൂല. എന്നാൽ ഇമോഷൻസ് തീരെ പ്രകടിപ്പിക്കാൻ എന്താ സംഭവിക്കാം? മാനസിക പ്രശ്നം ഉണ്ടാവും. മാനസിക സംഘർഷം ഉണ്ടാവും. ഏറ്റവും ഡേഞ്ചർ ആയ ഇമോഷൻ ഏതാ അറിയോ? സങ്കടാണ് പ്രകടിപ്പിച്ചിട്ട് പ്രശ്നമാകുന്നത്. സങ്കടമല്ല, ഫ്രസ്ട്രേഷൻ, ദേഷ്യം. ദേഷ്യത്തിന് ഉള്ള ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സാധനം എന്താ വെച്ചാല്, നമ്മുടെ ശരീരത്തില് ദേഷ്യത്തിന്റെ ഹോർമോൺസ് എപ്പോഴെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ അത് ആ ദേഷ്യം പ്രകടിപ്പിച്ചെന്നെ പോകണത്രേ. അല്ലെങ്കിൽ ആ ഹോർമോൺ എന്ത് ചെയ്യൂല, അത് ഡിസോൾവ് ആവില്ല, അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാവില്ല. സന്തോഷത്തിന്റെ ഇതിനൊക്കെ അപ്പൊ സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതങ്ങനെ ഇല്ലാണ്ടാവൂത്രേ. പക്ഷെ ദേഷ്യത്തിന്റെ ഹോർമോണ് ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്താല് അത് ദേഷ്യം കാണിച്ചെന്നെ പോയാലേ നമ്മൾ അതിൽ നിന്ന് മുക്തരാകൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ദേഷ്യം വന്നു അതെങ്ങനെ പ്രകടിപ്പിക്കും? ത്രൂ വേർഡ്സ്. ആ കലമ്പ അത്രല്ലേ? സാറ് പറഞ്ഞില്ലേ സൈക്കോളജിക്കല് നമുക്ക് ഇപ്പൊ ദേഷ്യമൊക്കെ വന്നാൽ നമ്മൾ കൺട്രോൾ ചെയ്യണം, കാമാക്കുക, അതൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ പ്രകടിപ്പിക്കരുത് എന്നല്ലേ സാറ് പറഞ്ഞു? പ്രകടിപ്പിക്കരുത് എന്നല്ല, ദേഷ്യം വരാതെക്കലാണ് മെച്യൂരിറ്റി. ഓക്കെ, വന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? ഒരാളില് ദേഷ്യത്തിന്റെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, എന്ത് ചെയ്യും? കീപ് എ ലോ പ്രൊഫൈൽ. എന്ത്? ഒന്ന് കുറച്ചു നേരം ഒന്ന് വിട്ട് നിൽക്കുക ഒരു സന്ദർഭത്തിൽ നിന്ന്. അത് വെച്ചാൽ ആക്ച്വലി പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് അത് എക്സ്പ്രസ് ചെയ്താൽ, അല്ലെങ്കിൽ അപ്പൊ ആ നിലവിലുള്ള വ്യക്തിന്റെ മുന്നിൽ നിന്ന് എക്സ്പ്രസ് ചെയ്താൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരിക്കും. അവിടുന്ന് മാറി നമ്മൾ നമ്മുടേതായ സിറ്റുവേഷനിലേക്ക് മാറി അത് റിലീസ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ചില ആളുകൾ പറഞ്ഞു തീർക്കും, ചില ആളുകൾ കരഞ്ഞു തീർക്കും, ചില ആളുകൾ ഈ ചൈനയിലൊക്കെ ഉണ്ടല്ലോ ദേഷ്യം റിലീസ് ചെയ്യുന്ന സെന്റേഴ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഫീ കൊടുക്കണം. അതൊരു വലിയ ഹോള് പോലെ സാധനമാണ്. അവർക്ക് നമുക്ക് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്ത് കഴിഞ്ഞാല് അവിടെ എന്താ പറയോ അതിനുള്ളില് എന്താ പിന്നെ കുറെ പഞ്ച് ചെയ്യാനുള്ള സാധനങ്ങള്, എറിഞ്ഞു പൊട്ടിക്കാനുള്ള സാധനങ്ങള്, കുത്തി പൊട്ടിക്കാനുള്ള സാധനങ്ങള്, ഇങ്ങനെയുള്ള കുറെ ഐറ്റംസ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ നിശ്ചിത ഫീസ് അടച്ച് അതിൽ എൻട്രി ചെയ്യാം. എന്നിട്ട് അവിടെ കാണുന്നൊക്കെ തച്ച് പൊട്ടിക്കാം. അതാണ് അവിടുത്തെ പ്രോസസ്. പോലെ അവിടെ പോകേണ്ടി വരുമല്ലോ. അതെ, അത് പ്രാക്ടിക്കലാണ് ആക്ച്വലി. പിന്നെ നമ്മൾ സാധാരണ ഈ ഏതെങ്കിലും വ്യക്തിയോട് ഭയങ്കരമായ വിരോധം, ഭയങ്കരമായ ദേഷ്യം അങ്ങനെ വരുന്ന കൗൺസിലിംഗ് കേസിൽ നമ്മൾ തെറപ്പി കൊടുക്കുമ്പോൾ അവരെ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയും അതാണ്. അഥവാ ഒരാൾക്ക് ഒരാളോട് ഭയങ്കര ദേഷ്യമാണ് സങ്കല്പിക്കാം. അങ്ങനെ ആ ദേഷ്യം മൂത്ത് പ്രകടിപ്പിക്കാൻ പറ്റണില്ല. മനസ്സിലായോ? പ്രകടിപ്പിക്കാൻ പറ്റണില്ല. അപ്പം ദേഷ്യം മൂത്ത് അത് ഈ വ്യക്തിയിൽ ഭയങ്കരമായി മെന്റൽ സ്ട്രെസ് ഉണ്ടാക്കും. അതൊരു ഡിസോർഡറിലേക്കോ ഡിപ്രഷനിലേക്കോ ഒക്കെ പോകാം. കാരണം നമുക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റൂല. ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യക്തി നമ്മളെക്കാൾ ഒരു ഹയർ റാങ്കോ, ഒരു തൊഴിലാളിക്ക് ഒരു മാനേജറോട് ഭയങ്കര ദേഷ്യമാണ്, മാനേജർ ഭയങ്കര ഹരാസാണ്. ഹരാസ്മെന്റ് നടത്തി മാനേജറോട് ഭയങ്കര ദേഷ്യമാണ്. ആ ജോലി വിട്ടു പോകാനും വയ്യ, മാനേജറോട് പൊട്ടിത്തെറിക്കാനും വയ്യ. അങ്ങനെ ആ വർക്ക് പ്രഷർ കൂടി അത് പേഴ്സണൽ ലൈഫിനെ ബാധിച്ചു, ഫാമിലി ലൈഫിനെ ബാധിച്ചു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ദേഷ്യം കുറക്കണം, അല്ലെങ്കിൽ ഒരു പ്രഷർ കുറക്കാൻ വേണ്ടി കൊടുക്കാവുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മളല്ലേ ആ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യും. അഥവാ ഒരു ഇമാജിനേഷനിലൂടെ ആ പിന്നെ ക്ലയന്റിനോട് കണ്ണടക്കാനൊക്കെ പറഞ്ഞ് ആ ഒരു അവർക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരാളെ മുന്നിൽ ഇങ്ങനെ നിർത്തി കൊടുക്കും. ഇമാജിനേഷനിലൂടെയാണ് കേട്ടോ. സെൻസറി എക്സ്പീരിയൻസുകൾ ബൂസ്റ്റ് ചെയ്ത് നമ്മൾ സംസാരത്തിലൂടെ പറഞ്ഞ് മുന്നിൽ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത് വെച്ച് തീർക്കും. എന്നിട്ട് അവിടെ നമ്മളൊരു പില്ലോ അല്ല, എന്താ പില്ലോ? തലയാണോ?
തലയിണ, അതേപോലെ തന്നെ വാട്ടർ, അതുപോലെ തന്നെ കേർച്ചീഫ്, അല്ലെങ്കിൽ നമ്മളെ ഇത് എന്താ പറയാ, കേർച്ചീഫിന് പകരം ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരെന്താ? തൂവാല. അല്ലേ, മറ്റേ ഇതിന് എന്താ ആ കവറിൽ ഇങ്ങനെ എടുക്കൂലേ, ടിഷ്യൂ. ടിഷ്യൂ പേപ്പേഴ്സ് അവിടെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇവര് ഇതിന്റെ ഒരു പീക്ക് ലെവൽ എത്തിയാല് ഒന്ന് പറയും, നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പൊ നിങ്ങളുടെ ബോസ് ആണ്, മാനേജറാണ്, നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ടോ അത് പറയുക, എന്ത് ചെയ്യണമോ അത് ഈ പില്ലോയിൽ ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത മൊമെന്റ് അവിടെ എന്താ സംഭവിക്കാറേക്ക്, ഇടിച്ചു തകർക്കും. ആദ്യം കുറെ തെറി പറയും, പിന്നെ സംഭവിക്കുക ആ പില്ലോ ഇടിച്ച് പരമാവധി ഇടിച്ചിടിച്ച് ആ പില്ലോയിൽ എന്ത് ചെയ്യും, മാക്സിമം പരിക്കെടുക്കും. നെക്സ്റ്റ് എന്താ ചെയ്യാറിയോ, പിന്നെ സംഭവിക്കാറിയോ, കരയോ, ഭയങ്കരമായി പൊട്ടിക്കരയും. പിന്നെ സംഭവിക്കാം ഭയങ്കര സമാധാനമല്ല, തളർന്നു വീഴും. ഓക്കെ, അവിടുന്ന് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ വാട്ടർ കൊടുത്ത് അവരെ കൺസോൾ ചെയ്ത് പതുക്കെ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരണം. ഇത് തെറപ്പിയാണ്. ഇതൊരു 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ ആ ബോസിനുള്ള കുറേ ദേഷ്യം മാറി കിട്ടും. മനസ്സിലായോ? ഇതെന്തിനാ പഠിപ്പിക്കണേ? ഇതെന്തിനാ ക്ലാസ് പറയണത്? പെട്ടെന്നുണ്ടാവുന്ന ഇമോഷന്റെ പുറത്ത് ആരെയും ചാടിക്കേറി അതൊന്നല്ല. പ്രിൻസിപ്പളിനോടുള്ള ദേഷ്യം ഇത്രേ ഉള്ളൂ ദേഷ്യം മനസ്സ് എന്നാണോ? അതിനൊന്നല്ല. നിങ്ങളുടെ ലൈഫില് നിങ്ങൾക്ക് ഇതേപോലെ ക്യാരക്ടേഴ്സ് വരും. ഇറ്റ് ക്യാൻ ബി യുവർ പ്രിൻസിപ്പൽ, ഇറ്റ് ക്യാൻ ബി യുവർ ഹസ്ബൻഡ്, യുവർ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, അങ്ങനൊക്കെ വരും. അല്ലെങ്കിൽ നെയ്ബർ, ബോസ്, ഇവരൊക്കെ ആ ക്യാരക്ടറായി കയറി വരും. ഇങ്ങനെ വന്നാൽ അതിനെങ്ങനെയാണ് ആ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു കൺഫ്യൂഷനോ ദേഷ്യമോ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്ന തെറപ്പിയാണ് ആക്ച്വലി. ഓക്കെ, വി നീഡ് ഓൺലി എ പില്ലോ, വാട്ടർ ആൻഡ് ടിഷ്യൂ പേപ്പേഴ്സ് അല്ലെങ്കിൽ കർച്ചീഫ്. ഇതുണ്ടെങ്കിൽ റൂമിൽ തന്നെ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആളെപ്പോ ഞങ്ങള് തലയുടെ ടിഷ്യൂ വാട്ടർ ഒക്കെ ആയിട്ട് നല്ല സാറിന്റെ ക്ലാസ്സിലോ? അതൊക്കെ എടുത്ത് റൂം പോവാ. ഇവിടെ ഒന്ന് മാറിക്കിട്ടോ, എനിക്ക് ഇവിടെ ചെറിയൊരു കലാപരിപാടി ഉണ്ട്. സൈക്കോളജി പഠിച്ച് ഓക്കെ, ഗുഡ്. ദെൻ 3 ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. സോ നമ്മൾ പറഞ്ഞില്ലേ, ഇമോഷണൽ ഡെവലപ്മെന്റ് പറഞ്ഞു. 4 മോറൽ ഓർ ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെ. ഒരാളുടെ മൊറാലിറ്റി റൈറ്റ് ഓർ റോങ് എന്നുള്ളത് കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റണം. സോ മോറൽ ഡെവലപ്മെന്റ് നമ്മുടെ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. 5 സോഷ്യൽ ഡെവലപ്മെന്റ്. സോ സോഷ്യൽ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ ബിക്കം എ സോഷ്യൽ ബീങ് അല്ലെ, നല്ല ഒരു സാമൂഹിക ജീവിയാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ ബിഹേവ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരുപാട് റൂൾസ് ഉണ്ട്, ഒരുപാട് നോംസ് ഉണ്ട്. സോ അതിനെ ഒബേ ചെയ്ത് അതിനോട് അഡ്ജസ്റ്റഡ് ആയി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. അപ്പൊ ഒരാൾക്ക് സമൂഹത്തിന്റെ റൂൾസ് എന്താണെന്ന് അറിയുകയും അത് കൃത്യമായി ഒബേ ചെയ്യുകയും സോഷ്യൽ ആക്ടിവിറ്റീസിന്റെ കൂടെ നിൽക്കാൻ പറ്റുകയും അപ്പോൾ തന്നെ ഹി സ്ട്രൈവ്സ് ഫോർ സോഷ്യൽ മെച്യൂരിറ്റി. സമൂഹത്തിൽ മെച്യൂരിറ്റി ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ല രൂപത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരാളായി പ്രവർത്തിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നതാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. 6 ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചിലരാണ്. ആക്ച്വലി കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം അവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ ഇത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫിസിക്കൽ മെച്ചുറേഷൻ ലൈക്ക് കൺട്രോൾ ഓഫ് മൗത്ത് ആൻഡ് ടങ്. അവരുടെ ഭാഷ, മദർ ടങ് പ്രത്യേകിച്ച് ഡെവലപ്പ് ചെയ്ത് വരണം. ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി അവർക്ക് മൗത്തും ടങ്ങൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. ആൻഡ് പാസസ് ത്രൂ സർട്ടൻ സ്റ്റേജസ്. അതിനുവേണ്ടി കുട്ടികൾ പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. അഥവാ ഒരു മാതൃഭാഷ ആവാം, സെക്കൻഡ് ലാംഗ്വേജ് ആവാം, അതൊക്കെ പഠിക്കാനും അതല്ലെങ്കിൽ ആ ഭാഷ ഉപയോഗിക്കാനും അവർക്ക് കൃത്യമായ സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, അവിടെ ദേ എക്സിബിറ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അവരെന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ഡിഫറൻസ് കാണിക്കും. ചില കുട്ടികൾ നേരത്തെ സംസാരിക്കും, ചില കുട്ടികൾ സംസാരം വൈകും,
ചില കുട്ടികള് പിന്നെ ചില വാക്കുകൾ സംസാരിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അവിടെ ഉണ്ടാകും. സോ ദേ സ്പീക്ക് ഫസ്റ്റ് വേർഡ് അറ്റ് അബൌട്ട് 1 year. ഏകദേശം 1 വയസ്സാവുമ്പോൾ ആദ്യ വാക്കുകൾ ഒരു പറഞ്ഞു തുടങ്ങുന്നതാണ്. ഇതിൽ ഡിഫറൻസസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? 1 വയസ്സ് 1.5 ആകുമ്പത്തിന് കുട്ടി പടപടോന്ന് വർത്താനം പറയുന്ന നല്ല ഒരു സംസാരിക്കുന്ന കുട്ടികളുണ്ടോ? അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഒരു 2-3 വയസ്സായിട്ട് സംസാരിക്കാത്ത കുട്ടികളോ അങ്ങനെ ഉണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എന്റെ മോള് നേരത്തെ സംസാരിച്ചു. 1 വയസ്സൊക്കെ ആണെങ്കിൽ ഒരു വാക്ക്. മൊത്തം മോന് നോക്കൂല. മോന് 1 വയസ്സായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. മോളെ സംബന്ധിച്ച് മോൻ സ്ലോ ആണ്. ഓക്കെ. അല്ല, പൊതുവെ പെൺകുട്ടികൾ സംസാരം മുന്നിലായിരിക്കും കേൾക്കാം അല്ലേ? വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? സംസാരിക്കാത്തതോ സംസാരിച്ചതോ? അതെ, എൻ്റെ മോള് നല്ലോണം സംസാരിക്കും. എൻ്റെ മോൻ അത്രയ്ക്ക് സംസാരിക്കില്ല. ഓക്കെ. പിന്നെ കമ്പാരിസൺ ശരിക്കും നമ്മളിതിൽ പാടില്ല എന്നാണ്. എങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ. സോ ഒരു പ്രീ ലിംഗ്വൽ സ്റ്റേജിന്റെ കുട്ടികൾക്ക്, പ്രീ ലിംഗ്വൽ സ്റ്റേജ് അഥവാ അവർ ജസ്റ്റ് ചിരിക്കുകയും അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു കൂയിങ് സൗണ്ട്, വെറുതെ ഒരു സൗണ്ട് ആക്കുക, ആൻഡ് ക്രൈങ്, അവർ കരഞ്ഞുകൊണ്ടിരിക്കുക, അത് പ്രീ ലിംഗ്വൽ സ്റ്റേജ് ആണ്. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രീ ലിംഗ്വൽ സ്റ്റേജിലുള്ള കുട്ടി നമ്മുടെ സംസാരമോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമോ അതൊക്കെ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ടാവുമോ? പ്രീ ലിംഗ്വൽ സ്റ്റേജിലെ കുട്ടിക്ക് ഒരു മെച്യൂരിറ്റി വന്ന ഒരാളുടെ സംസാരം ഇൻഫ്ലുവൻസ് ചെയ്യുമോ? ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ. ജനിച്ചു വീണാൽ എന്തായാലും ചെയ്യും. അതിന് മുമ്പേ ചെയ്തു തുടങ്ങുന്നതാണ് കേട്ടോ. ഒരു 4 മാസം മുതലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് തുടങ്ങും. സോ ചെറിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവന് ഇപ്പോ ജസ്റ്റ് പ്രസവിച്ച കുട്ടിയല്ലേ, നമ്മൾ പറഞ്ഞൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് പൊട്ടത്തരമാണ്. ഓക്കെ. ദെൻ യൂസ് സിമ്പിൾ വേർഡ്സ് ബൈ 18th month. ഏകദേശം 1.5 വയസ്സൊക്കെ ആകുമ്പോൾ സിമ്പിൾ വേർഡ്സ് പറഞ്ഞു തുടങ്ങും. ദെൻ വൊക്കാബുലറി ഇൻക്രീസ്, അവർ ചെറിയ വാക്കുകളൊക്കെ ഇങ്ങനെ പഠിച്ചു തുടങ്ങും. പിന്നെ ഒരു 3 വയസ്സോട് കൂടിയിട്ട് അല്ലെ ഒരു സൈസബിൾ വൊക്കാബുലറീസ്, അത്യാവശ്യം ഒരു വൊക്കാബുലറീസ് ഒക്കെ അവരുടെ കയ്യിലുണ്ടാവും. അത്യാവശ്യം ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാ വൊക്കാബുലറീസും അവരുടെ കയ്യിലുണ്ടാകും. 12 വയസ്സായ കുട്ടിക്ക് 10,000-ഓളം വാക്കുകൾ അറിയാന്ന് പറയുന്നത്. 10,000 വാക്കുകളൊക്കെ അറിയാം. അത് നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഇഷ്ടംപോലെ അതിലേക്കാണ് ഉണ്ടാകാം. പിന്നെ 2 to 3 yearsലാണ് അവർ സെന്റൻസ് മേക്ക് ചെയ്യണത്. ആഫ്റ്റർ 5 വയസ്സിന് ശേഷമാണ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഇംപ്രൂവ് ചെയ്യണത്. സോ ഒരു 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയാ. അതിന് മുമ്പൊന്നും സെക്കൻഡ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. അത് 5 ഉള്ളത് 8 വരെയൊക്കെ പറയാറുണ്ട്. ഈ 1, 2, 3 ക്ലാസ്സിൽ മലയാളം മാത്രം പഠിപ്പിച്ചാൽ മതി എന്നൊക്കെയുള്ള ചർച്ച ഉണ്ട്. അറിയോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ വെച്ചാല് കുട്ടിക്ക് ലാംഗ്വേജ് പ്രൊഫഷൻസി കൂടാ, അല്ലെങ്കിൽ ആ കുട്ടി ലാംഗ്വേജ് ഒരു ഭാഷയായി പഠിക്കാൻ കുട്ടി പ്രാപ്തനാവുക 5 വയസ്സിലാണ്. അതുകൊണ്ടാണ് 5ാം വയസ്സിൽ മദ്രസയിൽ ചേർക്കണം, അല്ലെങ്കിൽ 5ാം വയസ്സിലാണ് സ്കൂൾ ചേർക്കേണ്ടതെന്നൊക്കെ പറയാനുള്ള കാരണം. അപ്പൊ നമ്മളല്ലേ ഇത് ഇനിയും നീട്ടിക്കൊണ്ടുപോകണില്ല. തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഡെവലപ്മെന്റ് ഫേസസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഒരുപാട് നോക്കിയിട്ടില്ല, വളരെ കുറച്ച് നോക്കിയിട്ടുള്ളൂ. പിന്നെ ഫസ്റ്റ് ഗ്രോത്ത് എന്താണ്, ഇതിന്റെ മീനിങ് എന്താ നോക്കി. ദെൻ ഗ്രോത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ ഡെവലപ്മെന്റ്, എന്താണ് ഡെവലപ്മെന്റ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ മെച്ചുറേഷൻ എന്നുള്ള ഒരു ചെറിയ ടേം. പിന്നെ അവർ തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഇത് അങ്ങനെ ക്ലാസ്സിൽ വായിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ്സിനെ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോയതാണ്. പിന്നെ ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ഇതിൽ 6 ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞേ. ഞാനിങ്ങനെ സ്ലൈഡ് മാറ്റാതെ നോക്കാതെ ആർക്കെങ്കിലും 6 ഡയമെൻഷൻസ് പറയാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യണോ ആർക്കെങ്കിലും? ഫിസിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ, പിന്നെ മറ്റേ മോറല്, ഇമോഷണല്, ഇന്റലക്ച്വല്, സോഷ്യല്, പിന്നെ കുട്ടികളുടെ ഭാഷ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്. വെരി ഗുഡ്. സോ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓർ മെന്റൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്,
moral or character development, social development and language development in children. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം ആയതുകൊണ്ട് 1 മണിക്കൂറൊക്കെ ആയതുകൊണ്ടാണ്. ഇനിയും കുറച്ചധികം പോവാനുണ്ട്. ഞാൻ നിങ്ങൾ കൂടെ തന്നെ വന്നോട്ടെ എന്നുള്ളത് കൊണ്ട് വലിയൊരു സ്പീഡിൽ പോയിട്ടില്ല. എന്നാൽ അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സെഷൻസ് കൂടി വരുന്നത് കേട്ടോ. നമ്മളെ സെഷൻസ് കൂടി വരുന്നത് അതുകൊണ്ടാണ്. സോ എനിവേ നിങ്ങൾക്ക് കൂടെ പോരാൻ പറ്റുന്നുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട്. അത് എനിക്കുള്ളതാണ്. ദാറ്റ് ഈസ് മൈ സെൽഫ് കോൺഫിഡൻസ്. ദെൻ വാട്ട് അബൌട്ട് യു? ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി അതിൽ നിങ്ങളൊരു എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? കുറച്ചുകൂടി സ്പീഡ് ആക്കണോ? അതല്ല എന്താണ്? സ്പീഡ് നോക്കണ്ട സർ, ഈ ലെവലിൽ പോയോ ഓക്കെയാണ്, എനിക്കൊക്കെയാണ്. ഓക്കെ, വൺ മോർ. ഓക്കെ സർ, ഓക്കെ ആണ്. ഓക്കെ, റൈറ്റ്. സോ എനിവേ എന്തായാലും കൂടെ പഠിച്ചു പോവാ. ക്ലാസ്സിൽ റിയൽ ക്ലാസ് എങ്ങനെയാണോ അങ്ങനെ തന്നെ പഠിച്ചു പോവാ. അപ് ടു ഡേറ്റ് ആവുക. അതാണ് ഇതിൽ പറയാനുള്ളത്. എനിവേ ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.